السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وهم يسترخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولن نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا وما للظالمين من أنصار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സത്യാന്വേഷികളെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മറ്റൊരിക്കൽ കൂടി ഈ സദസ്സിനെ അഭിമുഖീകരിക്കാനും ലോകത്തെമ്പാടും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇസ്ലാഹി റേഡിയോ വഴിയും ബൈലക്സ് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം വഴിയും ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് സംസാരിക്കാനുമുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പുളിക്കൽ ഇത് ആവർത്തിച്ചുള്ള തവണകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യവും സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ഓരോ തവണയും വരുമ്പോൾ, ഓരോ തവണയും കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുമ്പോൾ ഉത്തരം ബാക്കിയാക്കി പോകുന്നതും പലപ്പോഴും ഒരിക്കൽ പോലും പരാമർശിക്കാനും തൊടാൻ പോലും തയ്യാറല്ലാതെ മാറ്റി നിർത്തുന്നതുമായ കുറേ അജണ്ടകൾ ബാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഗണന പരിപാടി എന്ന പേരിൽ, മുഖാമുഖം പരിപാടി എന്ന പേരിൽ നടന്ന പ്രോഗ്രാമും അവസാനിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദൗത്യ നിർവഹണം കൂടുതൽ ഫലപ്രദമായി നിർവഹിക്കാൻ കഴിയും റബ്ബ് നമുക്ക് അനുകൂലമാക്കി തന്നു എന്നത് ഏറെ സ്തുതിയോടെ, പ്രാർത്ഥനയോടെ നാം അനുസ്മരിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു പരിപാടിയുടെ മെസ്സേജ് യഥാർത്ഥത്തിൽ സമൂഹം ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും സമൂഹം കൺഫ്യൂസ്ഡ് ആയ കുറെ കാര്യങ്ങൾക്കുള്ള വളരെ വ്യക്തമായ മറുപടിയും യഥാർത്ഥത്തിൽ കിട്ടിക്കഴിഞ്ഞു മറുപക്ഷത്തിന്റെ കഴിഞ്ഞ പരിപാടിയിലൂടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ചിലരെങ്കിലും എൻ്റെ സംഭാഷണം കേൾക്കുന്ന ആളുകൾ ഇതിൽ എവിടെ ഒരു ക്ലിപ്പ് മുറിക്കണം എന്നാലോചിച്ച് പേനയും പേപ്പറും എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പൊ അതൊരു ക്ലിപ്പായി അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ബഹുമാനായ അനീഫ് കായക്കൊടിയോ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ സലഫിയോ ബന്ധപ്പെട്ട ആരെങ്കിലും
സക്കരിയ സ്വലാഹി ഇവിടെ വിശദീകരിച്ചത് മുതൽക്കുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതുകൊണ്ടോ പ്രാമാണികമായി അതിനെ ഖണ്ഡിച്ചതുകൊണ്ടോ ആ നിലക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു വിശദീകരണം സമർപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടോ അല്ല പൊതുജനത്തിന് ഉത്തരം കിട്ടി എന്ന് ഞാൻ പറഞ്ഞത്. മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ വളരെ കൃത്യമായി ആർട്ടിഫിഷ്യലായ ഒരു അജണ്ട ഉണ്ടാക്കിക്കൊണ്ടുവരികയും ആ അജണ്ടയിലേക്ക് മൊത്തം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ കൊണ്ടുവരികയും ചെയ്തപ്പോൾ ജിന്നിനോടുള്ള സഹായതേട്ടങ്ങളിൽ, ജിന്നിനോടുള്ള സഹായ ചോദ്യങ്ങളിൽ ശിർക്കാകുന്നതും അല്ലാത്തതും ഉണ്ട് എന്ന ഇസ്ലാമിന്റെ അഹ്ലുസുന്നയുടെ മുൻഗാമികളുടെ ഒരു നിലപാട് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ വളരെ ക്രൂരമായി, വളരെ വ്യക്തമായി മുജാഹിദ് പ്രവർത്തകരെ മാനസികമായും ശാരീരികമായും നേരിടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 1.5 കൊല്ലമായി 2 കൊല്ലമായി ഇവിടെ നിലനിൽക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇസ്ലാമിൽ ഉള്ളത് തന്നെ പറയണം, ഇസ്ലാമിൽ ഉള്ളത് തന്നെ പറയണം, പൊതുസമൂഹത്തെ തൃപ്തിപ്പെടുത്താനും ജനങ്ങൾക്കൊരുപക്ഷെ പെട്ടെന്ന് കേട്ടാൽ ഷോക്കുണ്ടാകുന്നതുമായ അതേ അജണ്ട, അതിന്റെ പ്രാമാണികമായ വശങ്ങൾ വളരെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് പോന്നു, എന്തുകൊണ്ടങ്ങനെ പോരേണ്ടി വന്നു, എന്തുകൊണ്ട് ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കേണ്ടി വന്നു എന്നതിന്റെ ഉത്തരം കഴിഞ്ഞ പരിപാടിയോടുകൂടി യഥാർത്ഥത്തിൽ മറുപക്ഷം വിശദീകരിച്ചു കഴിഞ്ഞു. അല്ലാഹുവല്ലാത്തവർ പ്രാർത്ഥന കേൾക്കും എന്ന വാദം, അല്ലാഹുവല്ലാത്തവർ പ്രാർത്ഥന കേൾക്കുമെന്ന വാദം, അല്ലെങ്കിൽ അല്ലാഹു മാത്രമാണ് എന്ന് നാം വിശ്വസിച്ചു പോകുന്ന കാര്യത്തിൽ നിന്ന് ദുആക്ക് ഉത്തരം ചെയ്യാൻ കഴിയുന്നവൻ റബ്ബ് മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു പോകുന്ന കാര്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവൻ മാത്രമേ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ, വേറെ ആർക്കും പ്രാർത്ഥന കേൾക്കാൻ കഴിയുകയില്ല എന്ന കാലഘട്ടങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിന്റെ മുന്നിൽ ഉറക്കെ പ്രഖ്യാപിച്ചു പോന്ന വാദത്തിൽ നിന്നുള്ള വ്യക്തമായ ഡൈവേർഷൻ കഴിഞ്ഞ പരിപാടിയോടുകൂടെ സമൂഹത്തിന് കൂടുതൽ ബോധ്യപ്പെട്ടു. പല സ്ഥലങ്ങളിലായി, പലപ്പോഴായി, സ്വകാര്യ സംഭാഷണങ്ങളിലായി, ചിലപ്പോഴെങ്കിലും മുഖാമുഖങ്ങളിലായി ഇത്തരം ചില പരാമർശങ്ങൾ പറഞ്ഞു പോവുകയും ആ പരാമർശങ്ങളിലൂടെ ഇങ്ങനെ നീങ്ങുകയും ബഹുമാനനായ ഫൈസൽ മൗലവിയുടെ ചില വാചകങ്ങൾ വളരെ വ്യക്തമായി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദഗതി ഇത്തരം ഒരവസ്ഥയിലേക്ക് അവരെ എത്തിച്ചതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പുളിക്കലെന്നല്ല, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക്, ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് എന്തുകൊണ്ട് നമ്മൾ ആ ഒരു വാദഗതിയിൽ തന്നെ ഉറച്ചു നിന്നു എന്നതിന്റെ ഉത്തരം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ സന്തോഷം ഈ സന്ദർഭത്തിൽ മറുപക്ഷത്തോട് ആ ഒരു സന്തോഷം രേഖപ്പെടുത്താൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. പുളിക്കലിൽ നടന്ന കഴിഞ്ഞ പരിപാടിയോടുകൂടെ യഥാർത്ഥത്തിൽ കേരളത്തിലെ സാധാരണക്കാരും വിദ്യാസമ്പന്നരുമായ മുജാഹിദുകൾ അവർക്ക് വ്യക്തമായ ചില തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് വേദിയിൽ കയറിയാൽ അവരെ കുറിച്ച് പറയാൻ അരമണിക്കൂറും 3/4 മണിക്കൂറൊക്കെ സമയം ചെലവാക്കുന്നുണ്ട്. ചില ആളുകൾ അരമണിക്കൂറും 3/4 മണിക്കൂറൊക്കെ എടുത്തിട്ട് എനിക്ക് PhD കിട്ടിയതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് PhD കിട്ടാളിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ എവിടൊക്കെ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഈ വിഷയകമായ അവസാനത്തെ പരിപാടി വരെയും ആവർത്തിച്ച് പലതവണ ഞങ്ങൾ വളരെ കൃത്യമായി ചോദിച്ച ഒരു ചോദ്യത്തിൽ പോലും തൊടാൻ മറുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടില്ല. ഇല്ല, കഴിഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഓരോന്നും മുറിച്ചിട്ട് ഇവിടെ ക്ലിപ്പിട്ടിട്ട് അടുത്ത പരിപാടിയിൽ കാണിച്ചു തരും. ഇതാ ഈ ചോദ്യം, ഇതിന് ഉത്തരം കിട്ടിയിട്ടില്ല, ഈ ചോദ്യം, ഇതിന് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞുതരും. യഥാർത്ഥത്തിൽ വ്യക്തിപരമായ കാര്യങ്ങൾ വിശദീകരിക്കാനും അവനാന്റെ ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ എത്ര ഉണ്ടെന്ന് പറയാനും നേരം കാണുന്ന ആളുകൾ പലപ്പോൾ ഇവിടെ ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറയുകയോ വിഷയങ്ങൾ വിശദീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഈ പ്രോഗ്രാമിൽ ഇൻഷാ അല്ലാഹ് ഈ വിഷയകമായി കേരളക്കരയിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളുടെ വളരെ കൃത്യമായ സംക്ഷിപ്തങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ടായിരിക്കും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം അവസാനിക്കുന്നത്. അള്ളാഹു അതിനുള്ള തൗഫീഖിനെയും ഭാഗ്യത്തെയും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ദൗത്യം നിർവഹിക്കാനാണ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. ബഹുമാനനായ ഹനീഫ് കായക്കൊടി ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടി ഞാനും എന്റെ കാതിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുകയായിരുന്നു. ശരിക്കും കേട്ടപ്പോ ഒരു വിറയലാണ് വന്നത്. എന്ത്, അല്ലാഹു അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കും
സമീഉ ദുആ, പ്രാർത്ഥന കേൾക്കാൻ കഴിയുന്നവൻ റബ്ബ് മാത്രമാണ് എന്ന ഇസ്ലാമിക തത്വസംഹിത, അമ്പിയാക്കൾ മുഴുവൻ മനുഷ്യ ചരിത്രത്തെ പഠിപ്പിച്ച തത്വസംഹിത, അമ്പിയാക്കളുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ ചീർപ്പ് വെച്ച് വാർന്നെടുക്കാൻ കാരണമായ തത്വസംഹിത, സെയ്ദ് മൗലവിയുടെ കഴുത്തിൽ പടക്കമാലകൾ പൊട്ടിത്തീരുന്നതുവരെ അദ്ദേഹം പ്രസംഗിച്ച് സ്ഥാപിച്ച തത്വസംഹിത, ഉമർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാരെ പ്രോഗ്രാമിനെന്ന് പറഞ്ഞ് പിടിച്ചുകൂട്ടി കൊണ്ടുപോയി വധിക്കാൻ അവരെ പ്രേരിപ്പിച്ച, എതിരാളികളെ വധശ്രമങ്ങൾക്ക് പ്രേരിപ്പിച്ച തത്വസംഹിത, അത് പൊളിച്ചടുക്കിക്കൊണ്ട് മൂവർ സംഘമുണ്ടാക്കിയ 2012 തൗഹീദ് സ്ഥാപിക്കാനുള്ള ബാലിശമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ മനസ്സ് കുറച്ച് പിന്നോട്ട് പോയപ്പോൾ കണ്ട ചില കാഴ്ചകൾ, അതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അതെന്താ അറിയോ? എങ്ങനെയാണ് ഈ ഇഷ്യൂ വന്നത്? എവിടുന്നാണ് ഈ ഇഷ്യൂ വന്നത്? ആരാണത് ഉണ്ടാക്കിയത്? അല്ലെ, ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യാണ് ഇസ്തിആനത്തു ബിൽ ജിന്ന്, ജിന്നിനോടുള്ള സഹായതേട്ട അതിന്റെ ഹുക്കും എന്താ, അതിന്റെ വിധി എന്താന്നുള്ളിടത്താണുള്ള ചർച്ച. ആരാത് ഉണ്ടാക്കിയത്? ആരാത് കൊണ്ടുവന്നത്? ഇത് കൃത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊരു ആർട്ടിഫിഷ്യൽ അജണ്ടയായിരുന്നു. എന്റെ ശബ്ദം എവിടുന്ന് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് കാത് തുറന്നു വെച്ച് ഞാൻ പറയുന്നത് കേട്ടോളിയും. യഥാർത്ഥത്തിൽ വാപ്പാനെയും ഇമ്മാനെയും തെറ്റിച്ച, ജ്യേഷ്ഠനെയും അനിയനെയും തെറ്റിച്ച, സ്വന്തം ഇവിടെ ഈ മുന്നിലിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളിൽ ചിലർ ഇപ്പോഴും വാടക വീട്ടില. മനസ്സിലായോ? ഈ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന എന്റെ ചില സുഹൃത്തുക്കൾ ഇപ്പോഴും വാടക വീട്ടില. അവരുറങ്ങിയിരുന്ന വീട്ടിലെ റൂമേ പൊളിച്ചതുകൊണ്ടല്ല, നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഇവിടെ ഇസ്തിആനത്ത് ബിൽ ജിന്നുമായി ബന്ധപ്പെട്ട തർക്കത്തെ ഊതി വീർപ്പിച്ച് ശിർക്കിലേക്ക് പോയി എന്ന് പ്രചരിപ്പിച്ച് മുജാഹിദുകളുടെ മനസ്സ് കൊള്ളയടിച്ച് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, സ്വന്തം ഇച്ഛകൾ സംരക്ഷിക്കാൻ, സ്വന്തം പദ്ധതികൾ സംരക്ഷിക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തിയ ശ്രമത്തിന്റെ ഭാഗത് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്? പഴയ CD എടുത്ത് കാണുമ്പോൾ കാണുന്ന കുറെ രംഗങ്ങളുണ്ട്. എന്താ അറിയോ? പഴയ CD ഇപ്പോൾ എടുത്ത് കാണുമ്പോൾ കാണുന്ന കുറെ രംഗങ്ങളുണ്ട്. ആ രംഗങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ പരിപാടിക്ക് പോന്നപ്പോ മുമ്പത്തെ പരിപാടിയിലുള്ളവർ അവരെ അവതരിപ്പിച്ച വിഷയം തീരുമാനാകൂല എന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തെ പൊളിക്കാൻ വേണ്ടി വന്ന ചാരനെയും കൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ എത്തിയത്. മുജാഹിദ് പ്രസ്ഥാനത്തെ പൊളിക്കാൻ വേണ്ടി വന്ന ചാരനെയും കൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ എത്തിയത്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായി ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്. നാസർ സുല്ലമി ഇവിടെ വന്ന പശ്ചാത്തലത്തിൽ ആ ചോദ്യങ്ങൾ വീണ്ടും ഞങ്ങൾ ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം PhD കുറിച്ചും മുജാഹിദുകളുടെ തലയെണ്ണി അംഗസംഖ്യ കാണിച്ച് സിൻഡിക്കേറ്റിലേക്ക് വാങ്ങിയ സ്ഥാനം ഉപയോഗിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലേബൽ ഉപയോഗിച്ച് മുജാഹിദുകൾ ആദരിക്കുന്ന, കേരളത്തിലെ രാഷ്ട്രീയക്കാർ മുഴുവൻ ആദരിക്കുന്ന, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഒരിക്കലും മറക്കാത്ത ബഹുമാനായ കരിവള്ളി മുഹമ്മദ് മൗലവിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തെ പറഞ്ഞു പറ്റിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കത്ത് വാങ്ങി. സർ, നിങ്ങൾക്ക് അദ്ദേഹം കത്ത് തന്നത് മങ്കടക്കാരൻ സലഫി എന്ന നിലക്കല്ല, മങ്കടക്കാരനായ ഒരു വ്യക്തി എന്ന നിലക്കല്ല. ലീഗ് നിങ്ങളെ അവസാനം ഒരുപാട് ഏറ്റുമുട്ടലുകൾക്ക് ശേഷം നിങ്ങളെ എടുത്തത്, ഒരുപാട് നീണ്ട ഫോൺ കോളുകൾക്ക് ശേഷം നിങ്ങളെ എടുത്തത്, നിങ്ങൾ കേവലം മങ്കട സ്വദേശിയായ ഒരാളായതുകൊണ്ടല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലേബലിലാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലേബലിൽ നിങ്ങൾക്ക് സിൻഡിക്കേറ്റിലേക്ക് ഇടം തന്നു, സിൻഡിക്കേറ്റിലേക്ക് ഇടം കിട്ടി. ഓരോരുത്തർ എങ്ങനെയാണ് വന്നതോ അതേ ക്രൈറ്റീരിയ വെച്ച് കൊടുക്കാൻ വിചാരിച്ച ആളെ സ്വന്തം ജ്യേഷ്ഠനെ പിന്നെ മെല്ലെ ഓവർടേക്ക് ചെയ്ത് കരിവള്ളി മുഹമ്മദ് മൗലവി ഇദ്ദേഹത്തിന് വേണ്ടി പാണക്കാട് പോയി എന്നാണ് യഥാർത്ഥത്തിൽ അറിഞ്ഞത്. പാണക്കാട്ട് തങ്ങളോട് ഈ വിഷയം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെ, ഇല്ലെങ്കിൽ അദ്ദേഹം ഇല്ല എന്ന് പറയട്ടെ. അങ്ങനെ കിട്ടിയ, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്തോനേഷ്യയിലുണ്ടോ, ആഫ്രിക്കയിലുണ്ടോ, അമേരിക്കയിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലുണ്ടോ, ഇതൊന്നല്ല ചോദ്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങൾക്ക് ഇനി ചിലപ്പോ PhDക്ക് നിങ്ങൾ എടുക്കേണ്ട പണിയൊക്കെ എടുത്ത് ഒരുപക്ഷെ വേണമെങ്കിൽ നിങ്ങൾ PhD എടുത്തോളി, മർമ്മതൊന്നുമല്ല. പത്രത്തിൽ വാർത്ത വന്നപ്പോ മുജാഹിദുകൾ ആ പീഡിയക്കൊലായ്മെന്ന് ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടെന്നറിയോ? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വികാരാതീതനായി പലപ്പോഴും സംസാരിക്കണേ. ഞങ്ങളെ വികാരങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല. അവിടുന്ന് ഇങ്ങനെ ചർച്ച വരിക, ഈ PhDയുമായി ബന്ധപ്പെട്ട ചർച്ച. മുജാഹിദുകൾ അവരുടെ അംഗസംഖ്യവും എണ്ണവും കാണിച്ച് ഇന്നേ വരെ ഒരു രാഷ്ട്രീയക്കാരന്റെ അടുത്തും പോയിട്ടില്ല, അങ്ങനെയൊന്നും പിടിച്ചു വാങ്ങിയിട്ടില്ല, ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞെടുക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് മൗലവി. അദ്ദേഹത്തിന്റെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഷെയ്ഖ് മുഹമ്മദ് മൗലവി സാഹിബ് അദ്ദേഹം
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ബോഡികളിൽ നിന്നിരുന്നല്ലോ. ഉത്തരവാദിത്തപ്പെട്ട ബോഡികളിൽ നിന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം? എന്ത് ചെയ്തു? സ്വന്തം കാര്യത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അതുകൊണ്ട് പറയാണ്, നിങ്ങൾ സമയമെടുത്തതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശദീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതെന്താ? 28/10/2011 കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വലിയ കണ്ടെത്തൽ നടത്തി. ആ വലിയ കണ്ടെത്തൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ആ വലിയ കണ്ടെത്തൽ KKP അബ്ദുള്ള എന്നൊരു ചാരനും അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത വേറെ ചില ആളുകളും മുജാഹിദ് പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഇല്ലേ? അങ്ങനെ കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചിട്ടില്ലേ? ഉണ്ടോ? ഞങ്ങൾ പലതവണ ചോദിച്ചതാണല്ലോ. വിഷയത്തിന്റെ മർമാണിത്. മുജാഹിദ് പ്രസ്ഥാനത്തെ പൊളിക്കാൻ മർക്കസുദ്ദഅവയിലെ ഫോൺ അറ്റൻഡ് ചെയ്ത് പണിയെടുക്കുന്ന, മർക്കസുദ്ദഅവയിലെ ശമ്പളം പറ്റിയോ അല്ലാതെയോ പണിയെടുക്കുന്ന ആരാ? KKP അബ്ദുള്ള എന്നൊരു ചാരൻ. ആ ചാരനെതിരിൽ 28/1/2011 യൂണിറ്റ് ആക്ഷൻ എടുത്തു. 27/2/2011 മേഖല ആക്ഷൻ എടുത്തു. 5/6/2011 ഗ്രൂപ്പ് യോഗത്തിൽ ഇയാൾക്ക് മുഖ്യ പങ്കാളിത്തം കൊടുത്തുകൊണ്ട് നിങ്ങളടങ്ങുന്ന ആളുകൾ അതാ അവിടെ യോഗം നടത്തിയപ്പോൾ യോഗത്തിൽ അദ്ദേഹം ഉണ്ടായി. 17/7/2011 ജില്ലാ സമിതി അദ്ദേഹത്തെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തു. 31/7/2011 കണ്ണൂരിലെ സംയുക്ത യോഗത്തിൽ വെച്ച് ഇയാൾ പുറത്തുവിടാൻ പോകുന്ന പുതിയ പുസ്തകം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടനെഞ്ചത്ത് കുത്താനുള്ള പുതിയ കത്തി, ആ കത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മുജാഹിദ് പ്രവർത്തകനെതിരെതിരിൽ സംസാരിച്ചു. അദ്ദേഹത്തോട് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, ഇത് പുറത്തുവിടരുത് എന്ന്. എന്നാൽ അദ്ദേഹം അത് പുറത്തുവിടുന്നതാണ് പിന്നീട് കാണുന്നത്. മാത്രല്ല 16/8/2011 ISMന്റെ സ്റ്റേറ്റ് സമിതിയിൽ ഈ പുസ്തകം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ചർച്ച നടന്നു. അയാളെ പുറത്താക്കണമെന്ന ഓർഡർ വന്നു, അയാളെ പുറത്താക്കണമെന്ന തീരുമാനം വന്നു. ഒരു മെമ്പർ എണീറ്റിട്ട് പറഞ്ഞു, ഒരിക്കലും ഈ പണിക്ക് തൽക്കാലം നമ്മൾ നിൽക്കണ്ട, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ KNMന്റെ ഉള്ളിൽ ആളുണ്ട്. ISMും KNMും തമ്മിലാണ് പ്രശ്നമെന്ന് വരുത്തി തീർക്കാൻ, MSMും KNMും തമ്മിലാണ് പ്രശ്നമെന്ന് വരുത്തി തീർക്കാൻ വലവീശി നടക്കുന്ന താങ്കൾ രംഗം മുതലാക്കുമെന്ന് കണ്ടപ്പോൾ ബഹുമാനനായ TK അഷ്റഫ് സാഹിബും അതേപോലെ ISMന്റെ ഭാരവാഹികളും നെതുവത്തിന് കത്തുകൊടുത്തു. താഴെ തട്ട് മുതൽ ഇതേവരെ നടപടിക്രമങ്ങൾ ഇങ്ങനെയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതാ ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യണം? ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, നെതുവത്തിന്റെ ഓഫീസിൽ ഒരു ഫയലുണ്ട്, ഒരിക്കലും പരിഗണിക്കാതെ മാറ്റിവെക്കേണ്ട പരാതികളുടെയും അപേക്ഷകളുടെയും ഫയല് അതിലേക്ക് നിങ്ങൾ എടുത്തു വെച്ചു. തീർന്നില്ല. അതിന്റെ ശേഷം 9/9/2011 ഷബാബിൽ 3 പേജുള്ള ഇദ്ദേഹത്തിന്റെ ലേഖനം വന്നു. അപ്പോൾ KKPക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതുമായ തിരക്കിലായിരുന്നു പ്രൊഫസർ അബ്ദു സാഹിബ്. അദ്ദേഹം മണ്ഡലം സെക്രട്ടറിയെ വിളിച്ചു, കൊടുക്കണമെന്ന് പറഞ്ഞു. കൊടുക്കില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. AP-ക്ക് ഫോൺ കൊടുക്കാനൊക്കെ ചെയ്തവനാണ്. AP ഒന്നും മിണ്ടാതെ ഫോൺ കൈമാറി. സംസാരിച്ചത് യഥാർത്ഥ AP ആയിരുന്നോ അല്ലേ എന്ന് ഞങ്ങൾക്കറിയുകയില്ല. 29/9/2011 ഇസ്മായിൽ കണവക്കൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾ വിളിക്കുന്നിടത്ത് വരാം, എന്റെ കുടുംബത്തെയും കൂട്ടിവരാം. ഇതാ ഇദ്ദേഹത്തിനെതിരെയുള്ള ഈ പരാതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം തന്നെ സമർപ്പിച്ച പരാതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുണ്ടായി. 28/10/2011 KJUവിന്റെ പ്രഖ്യാപനവും വന്നു. എന്നിട്ട് ആര് വിളിച്ചു KKPയെ? ആര് ചോദിച്ചു അദ്ദേഹത്തോട്? അദ്ദേഹത്തെ ആര് വിചാരണയ്ക്ക് വിളിച്ചു? അദ്ദേഹത്തിനെതിരിൽ എന്ത് ആക്ഷൻ എടുത്തു? ഇതൊക്കെ നടക്കുമ്പോഴും മുജാഹിദുകളുടെ മിമ്പറിൽ അയാൾ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം മടവൂരികളുടെ പാളയത്തിലേക്ക് പോവുകയും അവിടുത്തെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോഴും ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം എന്താ അറിയോ? അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഗൂഢസംഘം ആ ഗൂഢസംഘത്തിലെ ആളുകൾ നെതുവത്തിന്റെ ഓഫീസിൽ നടത്തിയ പണികളെ കുറിച്ച് ബഹുമാനനായ സലഫിനെ പറഞ്ഞോട്ടെ. സിദ്ദീഖ് തലശ്ശേരി നെതുവത്തിന്റെ ഓഫീസിൽ നടത്തിയ പണിയെപ്പറ്റി ബഹുമാനനായ സലഫി തന്നെ പറയട്ടെ.
ഫാറൂഖിന്റെ പ്രസംഗം. അത് CD ക്ലിയർ ആക്കണതിന് മുമ്പ് യൂട്യൂബിൽ അത് വന്നു. അപ്പൊ ഞങ്ങൾക്കൊരു സംശയം തോന്നി, റെക്കോർഡ് ചെയ്തോനല്ലാത്ത വേറൊരുത്തന്റെ കൈക്ക് അത് പോലല്ലോ. ഓനെ ശരിക്ക് വിളിച്ച് കൈകാര്യം ചെയ്ത് ഓൻ അവിടെ നിന്ന് പുറത്ത്. എന്നിട്ടോ ഇതൊക്കെ സംഘടന ചെയ്യുന്നുണ്ട്. എന്നിട്ടിപ്പോ എവിടെ സിദ്ദീഖ് തലശ്ശേരിയിലെ പിടിച്ച് പുറത്താക്കിയിട്ട് അയാളെ ക്യാമറാമാന്റെ പണി നിന്ന് പിടിച്ച് പുറത്താക്കിയിട്ട് തലശ്ശേരി മണ്ഡലം ISMന്റെ സെക്രട്ടറി ആക്കി. മനസ്സിലായി നിങ്ങൾക്ക്? തലശ്ശേരി മണ്ഡലം ISMന്റെ സെക്രട്ടറി ആക്കി. ഹാരിസ് ചേരൂർ ജംഇയ്യത്തുൽ ഉലമ ചാരനാണ്, ചാരസംഘത്തിലെ കണ്ണിയാണ് എന്ന് പറഞ്ഞ ആളാ. അയാളെ പിടിച്ചിട്ട് എന്താക്കി? അയാളെ പിടിച്ചിട്ട് കാസർഗോഡ് ജില്ലന്റെ സെക്രട്ടറി ആക്കി. ചാരപ്പണി എടുത്ത മിനിമം സെക്രട്ടറി സ്ഥാനം അപ്പൊ കൊടുക്കണേ. നിങ്ങൾക്ക് മനസ്സിലായോ? തീർന്നില്ല. ഇങ്ങനെ ഓരോരുത്തരും ഈ കണ്ണിയിൽ പങ്കുചേർന്ന ഓരോരുത്തരും ഈ നിലക്ക് ഡീൽ ചെയ്ത് നിങ്ങൾ എവിടെ ഇതിനൊക്കെ മറുപടി പറഞ്ഞത്? കേരളത്തിൽ എവിടെ നിങ്ങൾ വിശദീകരിച്ച്? ആ വിശദീകരിച്ച ഡിസ്ക് ഒന്നും കൊടുത്തേക്കോ? നിങ്ങളുടെ ഡിസ്ക് ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചാൾക്കാർക്കൊക്കെ ഇപ്പൊ കാണാനുള്ള നേരവും കാലൊക്കെ ഉണ്ടെന്ന് കേൾക്കണേ. നിങ്ങളുടെ ഡിസ്ക് ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ ഡിസ്കൊക്കെ കുറച്ചെടുത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിമന്ന് ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് തീരുമാനമായി വരും ചെയ്യും. നിങ്ങൾ കുറെ കാലായി പല വിഷയങ്ങളിലും ചില അർദ്ധസത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞല്ലോ, എന്ന് നമ്മളിടയ്ക്ക് ജിന്നിനോടുള്ള സഹായതട്ടം പറ്റൂല്ലേ എന്നുള്ള ചർച്ച വന്ന് ആരാത് കൊണ്ടെന്ന ഇതിന്റെ പിതാവാരാന്നുള്ളിൽ വരെ ഇവർ വിശദീകരിച്ചു കൊടുത്ത് വൈരുദ്ധ്യങ്ങളാണ്. ചെറിയ മുണ്ടാണെന്നാ ഒരിക്കൽ പറഞ്ഞിട്ടൊടുക്കി. ചില ആളുകൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് അതൊക്കെ നിങ്ങളൊക്കെ അല്ലേ ഇത് പറയുന്നത്, എന്നാൽ അത് ശിർക്കല്ലാന്ന് ചെറിയ മണ്ടം പറഞ്ഞിട്ടില്ലേ? അദ്ദേഹം വലിയ പണ്ഡിതനല്ലേ? അദ്ദേഹത്തിന് തെറ്റാണോ? ഈ തൗഹീദിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്നാണോ? തെറ്റ് ആർക്ക് പറ്റിയാലും പറ്റി എന്ന് പറയാൻ പഠിച്ചവരാണ്, പഠിപ്പിക്കപ്പെട്ടവരാണ് മുജാഹിദുകൾ. ചെറിയ മുണ്ടമാണ് ഈ ഭൗതികമായ കാര്യങ്ങളിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന വാദം ആദ്യമായി കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് ഹനീഫ് കായക്കോടിന്റെ ഗവേഷണം. എന്നാ ഞാൻ പിന്നെ അബ്ദുറഹ്മാൻ സൽഫി പറയുന്നിട്ടോളി, അദ്ദേഹം എവിടെയും പറഞ്ഞത് ജബ്ബാർ മൗലവിയാണ് ഇത് കൊണ്ടെന്നാള്, അതുകൊണ്ട് അദ്ദേഹത്തോടാണ് സംവാദം. അങ്ങനെയാണെങ്കിൽ ചെറിയ മുണ്ടത്തോടാണ് സംവാദം വേണ്ടത്. സംവാദത്തിന് എനിക്ക് കഴിയൂല, ഞാൻ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ദീനും ദഅവത്തും തെളിവും പ്രമാണൊക്കെ കൂടണ്ടായിരുന്ന കാലത്ത് ഞാൻ അങ്ങനെയൊക്കെ ചില പണിയെടുക്കണ കണ്ടിട്ട് നിങ്ങൾ എന്നെ സംവാദത്തിന് വിളിച്ചാലോ? എന്റെ കയ്യിൽ തെളിവില്ല പ്രമാണമല്ല എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ പിന്നെ വിടും. ആരാത് കൊണ്ടുവന്നത്? ചെറിയ മുണ്ടാണെന്ന് ആര്? ഹനീഫ് കായക്കൊടി. ഇത് തുടങ്ങിയത് ആരാന്ന് അബ്ദുറഹ്മാൻ സൽഫി പറയട്ടെ. കേരളത്തിൽ ഈ ഫിത്തിനക്ക് വിത്തിട്ട അബ്ദുൽ ജബ്ബാർ മൗലവി, കേരളത്തിൽ ഈ ഫിത്തിനക്ക് വിത്തിട്ട അബ്ദുൽ ജബ്ബാർ മൗലവി അൽ-ഇസ്ലാഹി മാസികയിൽ എഴുതിയതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് യാ ഇബാദല്ലാഹ് അഅ്യൂനി എന്ന ഹദീസുമായി ബന്ധപ്പെട്ടല്ല ഞാനിത് എഴുതിയത് എന്നാണ്. കണ്ടോ? അപ്പൊ ഇവിടെ ആരാത് തുടങ്ങിയത്? ആരാത് കൊണ്ടുവന്നത്? അവിടെ തന്നെ തർക്ക. ഇതിന് മൂന്നാമത് അനസ് മൗലവിന്റെ ഒരു വിശദീകരണം ഉണ്ട്. എന്താ അറിയോ? അത് ചെറിയ മുണ്ടം കൊണ്ടുവന്ന് പിന്നെ അബ്ദുൽ ജബ്ബാർ മൗലവി ഒരു ചാരപ്പണി എടുത്തു, മടവൂർ വിഭാഗത്തിന്റെ പോട്ട് പോയിട്ട് അതിന് വാങ്ങിക്കൊണ്ടുവന്നതാണെന്നാ. എങ്ങനെയുണ്ട് ജമ്മ്? സുഹൃത്തുക്കളെ, ഇത് തുടക്കത്തിൽ യഥാർത്ഥത്തിൽ എന്താ അറിയോ? ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കോളീം. വീട്ടിൽ നിന്ന് മക്കളെ പുറത്താക്കിയ വാപ്പാരും ഇതിന്റെ പേരിൽ സഹപ്രവർത്തകരെ കാണുമ്പോ സലാം പറയാത്തവരൊക്കെ ശരിക്കും മനസ്സിലാക്കിക്കോളൂ. എന്തറിയോ? ഇത് കേവലമായ ഒരു അജണ്ടയാണ്. ഞാനിവിടെ ഒരു ചാരപ്പണിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞില്ലേ? നാസർ സുല്ലം ഇവരെ എത്തുന്ന പരമ്പരയാണത്. പത്രസമ്മേളനം നടത്തി മുജാഹിദ് സമ്മേളനത്തിക്ക് വന്ന ഒരാളെ ഞാൻ കേട്ടത് നാസർ സുല്ലമിനെ മാത്രമേ ഉള്ളൂ. പിന്നെ കുറെ കാലം അയാളെ കണ്ടില്ല അല്ലെ. പിന്നെ അയാളുടെ ദഅവത്ത്, ഇബാദത്ത്, ദുആ, ഇസ്തിഗാസ, ഈ മസ്അലൊന്നും ആയിട്ട് ഇയാള് അങ്ങാടിയിൽ ആരും കണ്ടിട്ടില്ലല്ലോ, ഏറ് കിട്ടുന്നിടത്ത് കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ? നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഇയാളെ വേദി ആരെങ്കിലും കയ്യേറിയത് കണ്ടിട്ടുണ്ടോ? ഇയാളുമായി ബന്ധപ്പെട്ട് എവിടെങ്കിലും നാട്ടില് ഇയാൾ തൗഹീദ് പ്രസംഗിച്ച് കണ്ടിട്ടുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തെ പൊളിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്നു. അബ്ദുറഹ്മാൻ സൽഫിക്ക് അങ്ങനത്തെ ഒരാൾ ആവശ്യം ഉണ്ടായിരുന്നു. ആരെണ്ട് ഉപയോഗപ്പെടുത്തി. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിലും പറഞ്ഞിരുന്നു, 2006 മുതൽ അദ്ദേഹം മനസ്സിന്റെ ഉള്ളിൽ അതൃപ്തിയുമായി പോവുകയാണ്. എന്താ കാരണം? ഈ മുന്നേറ്റം ഉണ്ടാക്കിയത് ഞാനാ, ഈ മുന്നേറ്റത്തെ യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാ, മടവൂരികളെ മൂലക്കിരുത്തിയത് ഞാനാ. എന്നിട്ടിപ്പോ സക്കരിയും കൂട്ടരും ഇങ്ങനെ സംവാദമായിട്ട് പോവുക. അപ്പുറത്തോ ഹനീഫ് അനസൊക്കെ അവര് മുഖാമുഖമായിട്ട് പോവുക. ഇപ്പുറത്ത് സലീമു അഷ്റഫൊക്കെ സംഘടനയായിട്ടും പോവുക അല്ലെ. ഒരു കൂട്ടര് സംവാദം, ഒരു കൂട്ടര് സംഘടന, ഒരു കൂട്ടര് മുഖാമുഖം. ഞാൻ എവിടെ ഇല്ലല്ലോ എന്നാ കൽബിന്റെ ഉള്ളിലുള്ളത്. എങ്ങനെ നിങ്ങൾ പറയാന്നാ? ചെവിയിൽ വിളിച്ച് പറഞ്ഞാ പിന്നെ ഞാൻ എന്താ കാട്ടുക?
എന്നോട് മാത്രം പറഞ്ഞത്, അല്ലെങ്കിൽ പിന്നെ വേറെ ആളുകൾ ഇത് സമാനമായി ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ അയിന്നുണ്ടായ കോംപ്ലക്സ് തീർക്കാൻ ഇത് പറഞ്ഞ് നിങ്ങളെടുത്തേക്ക് വന്നാൽ തീ കിട്ടൂല. അപ്പൊ ആദ്യം എന്ത് നോക്കിയറിയോ? ആദ്യം റുഖിയ ശറയെ വെച്ചിട്ട് കുറെ പൊലിപ്പിച്ചു നോക്കി. അതിന് ഏറ്റവും മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് പുളിക്കെന്നുള്ള കാര്യങ്ങളാണ്. പുളിക്കൽ നടന്ന ചില വിഷയങ്ങൾ ഊതി വീർപ്പിച്ച് സ്വകാര്യമായും പരസ്യമായും ചില ആളുകൾ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കി, അല്ലേ? അതിന്മ നടക്കാത്തൊരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ജിന്നി വിവാദത്തിൽ ഇസ്തിയാനത്ത് ബിൽ ജിന്ന് എടുത്തിട്ടത്. ആദ്യം പറഞ്ഞത് എന്താ? അങ്ങനെ നമ്മളെ പണ്ഡിതന്മാര് ശിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുണ്ടെന്നോ പ്രചരിപ്പിക്കുന്നുണ്ടോന്നൊന്നും നമ്മൾ പറയണില്ല എന്നാ. അപ്പൊ പറയണതോ നിങ്ങൾ ശരിക്ക് കേൾക്കണം. ആദ്യം പറഞ്ഞത് ഇങ്ങനെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ ശിർക്ക് പ്രചരിപ്പിക്കുന്നുണ്ടെന്നൊന്നും നമ്മൾ പറയണില്ല എന്നാ. ഒരു ചോദ്യത്തിന്റെ ഉത്തരമായി അനിഫ്കായി കൂടെ ഇത് പറഞ്ഞു നമുക്ക്. ചോദിക്കാമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവരോട് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, അത് ശിർക്കാണെന്ന് പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാം. അത് സമൂഹത്തിൽ നമ്മുടെ പ്രവർത്തകരുടെ ഇടയിൽ അത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്യാം, അത് ചെയ്യും വേണം. പക്ഷേ അങ്ങനെയുള്ള അത് പറയാത്തോടത്തോളം കാലം ആ പണ്ഡിതന്മാർ അത് ഷിർക്കല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർ ഷിർക്ക് പ്രചരിപ്പിക്കുന്നു എന്ന് പറയാൻ അവിടെ ഒരു ന്യായമുണ്ടോ? അവർ പറഞ്ഞ കാര്യം തെറ്റായിരിക്കാം, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ ബോധ്യപ്പെടുത്താം. ഓക്കെ, അവർ പറഞ്ഞത് തെറ്റാണ്, പ്രമാണങ്ങൾ അങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് പ്രവർത്തകരുടെ ഇടയിൽ ആ ആശയം പ്രചരിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ അവർ ഷിർക്ക് പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വേറെ തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എനിക്ക് വിഷയത്തിലുണ്ടായ ഒരു ആശയം കുഴപ്പം. സഹോദരന്മാരെ, നമ്മളൊന്ന് ആത്മാർത്ഥമായി ആലോചിച്ചു നോക്ക്. ഈ പറഞ്ഞ വാചകം ആരെ അനുകൂലിക്കുന്നതാണ്? ഈ പറഞ്ഞ വാചകം ആരുടെ പ്രവർത്തനത്തിന് ബലമേകുന്നതാണ്? ഈ പറഞ്ഞ വാചകം ആരുടെ പ്രബോധന പ്രവർത്തനത്തിന് ശക്തിയേകുന്നതാണ്? മുജാഹിദികളുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നതാണോ, അതല്ല മുജാഹിദികളുടെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നതാണോ? ശിർക്കിന്റെ ശക്തികൾക്ക് ശക്തി നൽകുന്നതാണോ, അതല്ല തൗഹീദിന്റെ ശക്തികൾക്ക് ശക്തി നൽകുന്നതാണോ? ഒരു സംശയമില്ലല്ലോ ശിർക്കിന്റെ ശക്തികളാണ് അത് ഉപയോഗപ്പെടുത്തുക എന്ന കാര്യത്തിൽ, ശിർക്കിന്റെ ശക്തികളാണ് അത് പിന്തുണക്കുക എന്ന കാര്യത്തിൽ. ഇവിടെ ഇത് ശിർക്ക് പ്രചരിപ്പിക്കുന്നു, അങ്ങനത്തെ പ്രചാരണം നമ്മൾ ഉദ്ദേശിക്കണില്ല എന്നാ. ഇതെന്താ അറിയോ? ഈ അജണ്ട ശരിക്കും എനിക്കറിയാം, സംഘടനാ ബോഡിക്കുള്ളിൽ നിന്ന ആളുകൾക്ക് മനസ്സിലാണ് പോലെ ഇത് വേറെക്കും മനസ്സിലാവില്ല. ഇത് റുഖിയ ശറഇയ്യമേ അടിച്ചിറക്കലുമേ എന്താ പറയാ ചൂടിലുള്ള ഒഴിക്കണീമേ മേശവലിപ്പമേ മാനേജ് ചെയ്തിട്ട് സംഘടന ഇങ്ങോട്ട് കൈക്കാക്കിയിട്ട് പോകാന്ന് വിചാരിച്ച. പക്ഷേ ബഹുമാനായ CP സലീമിനെ പോലുള്ള ആളുകൾ സംഘടനന്റെ വേദി കയറിയിട്ട് അടിക്കാൻ തുടങ്ങി. വേറെ പലരും അല്ലാത്ത നിലക്ക് ചെയ്യാൻ തുടങ്ങി. ഇസ്ലാമിക് ക്ലാസ് റൂമിൽ എന്തുമുണ്ടായാലും അതിന്റെ മറുപടി വരാൻ തുടങ്ങി. ഫേസ്ബുക്കിൽ അറ്റാക്ക് തുടങ്ങി. അപ്പൊ സംഭവം കൈവിട്ടുപോയി, കയ്യിന്ന് പോയി. ഇനിയിപ്പോ ഒറ്റ പണിയുള്ളൂ. കഴിഞ്ഞ പ്രസംഗത്ത് പറഞ്ഞ പോലെ എന്താ ജപ്പാനിലെ ആറ്റം ബോംബ് ആണ് പൊട്ടി. ആ ആറ്റം ബോംബാണ് എന്ത് ജിന്നിനോടുള്ള ഇസ്തിയാനത്ത്. ഇപ്പൊ നമ്മളങ്ങനെ ശിർക്കീനുണ്ടോന്നൊന്നും പറയണില്ല. കൈവിട്ടു പോയപ്പോ ഇതാ ജബ്ബാർ മൗലയെ കുറിച്ച് പറഞ്ഞ എന്താ തേടാമെന്ന് തന്നെ അദ്ദേഹത്തിന് വാദമുണ്ട് എന്നാ. തേടിന്റെ വാദം തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദമുണ്ടോന്നാണ്. ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. ശരിക്ക് തേടാന്ന് തന്നെ വാദം. അപ്പോ നിങ്ങള് നേരത്തെ പറഞ്ഞതോ? നേരത്തെ അല്ല മുമ്പ് പറഞ്ഞതോ? അതിന്റെ സ്ഥിതി എന്താ? ഇനി അതുകൊണ്ട് തീർന്നിട്ടില്ല. ജബ്ബാർ മൗലവി ആരറിയോ? മക്കയിലെ പണ്ട് വിഗ്രഹാരാധന കൊണ്ടുവന്ന ആളെപ്പോലത്തെ ആളാ. നട്ടൊടിക്കും. ജബ്ബാർ മൗലവിയെ സംബന്ധിച്ച് പറഞ്ഞത് വേണ്ട, ക്ലിപ്പിടണ്ട, എല്ലാവർക്കും അറിയണം. വിഗ്രഹാരാധകനെ പോലെയാണ്, അല്ലെങ്കിൽ വിഗ്രഹാരാധന കൊണ്ടുവന്ന ആളെ സ്ഥാനത്താണ് അദ്ദേഹം എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോ നേരത്തെ പറഞ്ഞതോ? അപ്പൊ ഇത് ഓരോന്നിങ്ങനെ ഓരോ ദിവസം കൂടുമ്പോഴും സംഗതി കയ്യൊന്ന് പോയപ്പോ പറഞ്ഞു പോയതാ. പക്ഷേ ഇവിടുന്നാണ് തുടങ്ങിയിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോ
കുട്ടികളെ മുന്നിലേക്ക് എത്തിയപ്പോൾ എന്താ അറിയോ, തിരുവനന്തപുരത്ത് ഏരിയയിലുള്ള കുട്ടികളൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് അടുത്ത കാലത്ത് വന്നോരാ. ഓര് നമ്മളിരുന്ന അത്ര തെർബിയത്ത് ക്ലാസ്സിലോ തെസ്കിയത്ത് ക്ലാസ്സിലോ ഒന്നും ഇരുന്നിട്ടുണ്ടാവില്ല. ഓലി തലമ്മ നല്ല പിന്നെ ഏറ് കിട്ടിയും അതേപോലെ തന്നെ ഭീമാപ്പള്ളിന്റെ പരിസരത്തും അല്ലാത്ത സ്ഥലത്തും വയറിനെ ചവിട്ടി കിട്ടിയൊക്കെ അതൊക്കെ സഹിച്ചുകൊണ്ട് പോന്നോരാ. ഈ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ ചോദ്യം തുടങ്ങി തലങ്ങും ബലങ്ങുമാണ് ചോദ്യം തുടങ്ങിയപ്പോ മൈക്ക് പിടിച്ച് ഓരോരുത്തർ പ്രസംഗിക്കലും വേറൊരുത്തൻ പിന്നെ സത്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടലൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോ സംഗതി അവിടുന്ന് കഴിച്ചിലാകാൻ വേണ്ടി ഹനീഫ് കായ കൂടി പറഞ്ഞ എന്താ അറിയോ, വിഗ്രഹാരാധകന്റെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വിഗ്രഹാരാധകനെ പോലെ എന്നിട്ട് ഒഴിവാകാനൊരു വാചകം, നീ ഞാനങ്ങനെ പറഞ്ഞിനെ നീട്ടി വലിക്കണ്ട, ഞാൻ ഒരാളെ 4 കാലുള്ള കുരക്കണ ഒരു ജീവിന്റെ പേര് വിളിച്ചിട്ട് ഞാൻ നീട്ടി വലിക്കണ്ടാറിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ അതൊക്കെ എന്താ അറിയോ, ക്ലിപ്പ് മുറിക്കണ ആളുകൾക്ക് ആ ക്ലിപ്പ് മുറിക്കുമ്പോ ക്ലിപ്പ് ആവാതിരിക്കാനുള്ള ടെക്നിക്കാന്ന് എല്ലാവർക്കും തിരിയും. അതൊന്നും നിങ്ങൾ ആരും പറഞ്ഞു കൊടുക്കണ്ട. സുഹൃത്തുക്കളെ, ഇതൊക്കെ എത്ര തവണ കേരളത്തിലിട്ടു, ഈ പുളിക്കൽ തന്നെ എത്ര തവണ ഇത് കേട്ടു. എന്താ നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി? അവസാനം തേടാമെന്ന വാദമല്ല, പ്രാർത്ഥിക്കാന്നുള്ള വാദമല്ലാണ് അദ്ദേഹം വിശദീകരിച്ച് നോക്കി. നിങ്ങൾ ഈ പറഞ്ഞ ആളെന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്റെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. ഉണ്ടോ? അപ്പൊ അവിടെയും ആ വാദം അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയണില്ല. മുന്നിലുള്ള ജിന്നിനോട് തേടാമെന്ന വാദം അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയണില്ല. മെല്ലാണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് പോവുക. ഈ വാദം അനസിനുമില്ലല്ലോ. ഉണ്ടോ? ഈ വാദം അനസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ലല്ലോ. അനസ് മൗലവിന്റെ അടുത്ത് ചോദിച്ചപ്പോ എന്താ മുമ്പ് പറഞ്ഞേ? അങ്ങനെ ബലം പിടിച്ച് മസുലിടിച്ച് എനിക്കതാണ് ശിർക്കാക്കാനൊന്നും കഴിയൂലെന്നാ. ബലം പിടിച്ച് മസുല് പിടിച്ച് ശിർക്കാക്കാനൊന്നും കഴിയൂല, എനിക്ക് ഖുറാനിൽ നോക്കണം, ഹദീസിൽ നോക്കണം എന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചത്. ഇപ്പൊ ഇവർക്ക് ഖുറാനിലും ഹദീസിലും നോക്കണ്ട. പണ്ടാണ് നിങ്ങൾക്ക് നോക്കേണ്ടിയിരുന്നു. പണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അനസ് മൗലവി. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതൊന്നും നോക്കേണ്ടി വരില്ല. ഇപ്പൊ ബലം പിടിക്കുക, മസുൽ പിടിക്കുക, ഗ്യാസ് എടുക്കുക ഒക്കെ ചെയ്യാം. ആയിക്കോട്ടെ, നിങ്ങൾ ബലം പിടിച്ചോളിയും മസുൽ എടുത്തോളിയും ഗ്യാസ് എടുത്തോളിയും. നിങ്ങളെ ബലവും നിങ്ങളെ മസുലും നിങ്ങളെ ഗ്യാസും പിടിച്ച അങ്ങനെ നടക്ക. 10 കൊല്ലം മടവൂർ വിഭാഗം ബലം പിടിച്ചിട്ട് മസുൽ പിടിച്ചിട്ട് ഗ്യാസ് എടുത്തിട്ട് എന്ത് നടന്നോ അതന്നെ നടക്കും. അത്രയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിലും പറഞ്ഞിരുന്നു, നെതുവത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റ് പാര കോടതി ഭാഷയിൽ മറുപടി പറയണം. ഈ ടീപ്പിനോടുള്ള സ്നേഹത്തിൽ പറയണമെങ്കിൽ നമുക്കൊക്കെ പറയാം. പക്ഷേ കോടതി പറഞ്ഞ അനുസരിച്ച് പറഞ്ഞ ടീപ്പി അല്ല. ആരായിരുന്നു 4 ദിവസം വരെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന പേരിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്ന സാധനത്തിന്റെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? എന്തുകൊണ്ടാണ് എന്റെ സുഹൃത്ത് ബരീർ അസ്ലം പ്ലാറ്റ്ഫോം വിട്ടത്? എന്തുകൊണ്ടാ വിട്ടത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചാൽ മതി, കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ഇരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആയുസ് എത്ര ഉണ്ടാവും എന്ന് വളരെ ക്ലിയറാ. ഇങ്ങനെയാണ് പോയപ്പോ സാധാരണക്കാരായ പ്രവർത്തകർ ചോദിക്കാൻ തുടങ്ങി, എന്ത് ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവുകയില്ല എന്നുള്ളത് സക്കരിയാന്റെ പുതിയ വാദമല്ലല്ലോ. അത് പണ്ട് ചെറിയ മുണ്ടോ എഴുതിയിട്ടുണ്ടല്ലോ. പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോ ചെറിയ മുണ്ടത്ത് ആരും ന്യായീകരിച്ചിട്ടില്ല എന്നാ ആര് പറഞ്ഞറിയോ? ചെറിയ മുണ്ടത്ത് ആരും ന്യായീകരിച്ചിട്ടില്ല. ആര് പറഞ്ഞതാ? അബ്ദുറഹ്മാൻ സൽഫി പറഞ്ഞ കേൾക്കിങ്ങള്. ചെറിയ മുണ്ടത്തിന് നമ്മൾ അംഗീകരിക്കണില്ല എന്ന് പറഞ്ഞാലും അത് അംഗീകരിച്ചിട്ടില്ല. ഒറ്റൊന്നും പറയണ്ട. എവിടെ പറഞ്ഞാലും ശബാബിലല്ല വേറെ എവിടെ പറഞ്ഞാലും മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു വാദമല്ല, അംഗീകരിക്കൂല. യഥാർത്ഥത്തിൽ ഇതൊന്നും നോക്കിയിട്ടല്ല ഈ പണിയും കൊണ്ട് ഇറങ്ങിയത്. ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കല് ശിർക്കാണ്, ഒക്കെ ശിർക്കാണെന്നാണ് പറയണം. ദൗറിയിൽ തീരുമാനിച്ചു നോക്കി അവിടെ വെച്ചാളി. ഫൈസൽ മൗലവിയും ഹനീഫ് കായ്ക്കോടെ ഒക്കെ തീരുമാനിച്ചവിടെ വെച്ചാളിയും
എന്ന് പറഞ്ഞ് തീരുമാനം എടുക്കുമ്പോ ചെറിയ മുണ്ട് എഴുതിയതൊന്നും ശ്രദ്ധയിലില്ല. അപ്പോ അത് ന്യായീകരിച്ചത് ആരൊക്കെ നോക്കാൻ മൂപ്പർക്ക് നേരം കിട്ടിയിട്ടില്ല. മൂപ്പര് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ബഹുമാനായ എപിനോട് പിണങ്ങിയിട്ട് പിന്നെ സെക്രട്ടറി ആയിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മൂപ്പർ പോയിരുന്നില്ല. ചിലപ്പോ പറയും, ഞാൻ ഈ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാനത് ഏറ്റെടുക്കാതെ മാറി നിന്നിട്ട് അവസാനം നിർബന്ധിച്ചതാണ്. നിർബന്ധിക്കൽ നിങ്ങളെ പിന്നെ നിങ്ങളെ പേരിൽ ഈ തീരുമാനം എടുത്ത കമ്മിറ്റി വന്നെന്ന് തന്നെ നിർബന്ധിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇടക്കാലത്തൊരു നിർബന്ധിക്കൽ എന്താ? ദൈവത്തിന്റെ വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ട് ആ വകുപ്പ് തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം നടക്കായിരുന്നു. അദ്ദേഹം ഡീംഡ് യൂണിവേഴ്സിറ്റിന്റെ ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ട് കാണാത്തതേക്കാരൻ ന്യായീകരിച്ചത്. ആരാ ന്യായീകരിച്ചതെന്നറിയോ? ആരാ ന്യായീകരിച്ചത്? ന്യായീകരിച്ചത് സാക്ഷാൽ അൻസ് മൗലവി. ഒരു ഇസ്ലാഹ് ഒരു കയ്യിലും അതേപോലെ തന്നെ ബഹുമാനനായ ചെറിയ മുണ്ടത്തിന്റെ ബുക്ക് മറ്റേ കയ്യിലും വെച്ചാ ന്യായീകരിച്ചത്. ചെറിയൊരു ഭാഗം നിങ്ങൾ കണ്ടോളൂ. മൗലവിയെ കാണിച്ചെന്നില്ലേ, കൊണ്ടോട്ടിക്കടുത്ത അബ്ദുൽ ജബ്ബാർ മൗലവിയാണ്. അദ്ദേഹം കൂടി പത്രാധിപ സമിതിയായിട്ടുള്ള ഇസ്ലാഹിൽ എഴുതി 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ്, 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ് 42ാമത്തെ പേജ്. ഇങ്ങനെ ഇതിലെ പത്രാധിപ സമിതി എന്ന് ഞാൻ വായിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാമോ ആരൊക്കെ ഉള്ളത് അറിയാം നിങ്ങൾ? പത്രാധിപ സമിതി ഹുസൈൻ സലഫി, ഡോക്ടർ കെ സക്കരിയ സലാമി, പി അബ്ദുൽ ജബ്ബാർ മൗലവി, MP ഖാദിർ കരുവമ്പൊയ്യിൽ, ഷാഫി സലാഹി ചങ്ങരേരി, അബ്ദുൽ ഖാദർ കൊണ്ടോട്ടി, ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ്, അമീർ ഒതുക്കുങ്ങൽ. 42ാമത്തെ പേജ്. സന്തോഷത്തിൽ ആരെയും കാണുന്നില്ല. ഇവിടെ എന്നെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് അഭൗതിക മാർഗത്തിലുള്ള സഹകാരത്തിൽ ശിർക്കാണ്. കേട്ടോ, 22 ക്യാരറ്റ് ശിർക്കാണ് എങ്കിൽ ആ 22 ക്യാരറ്റ് ശിർക്കത ഇവിടെ എവിടെ പ്രാർത്ഥന തൗഹീദ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി പുസ്തകം യുവത പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച ആ 22 വേണ്ട, അതെല്ലാവർക്കും അറിയാം. ഞാൻ ഓർമ്മപ്പെടുത്തിയതാ. എന്താ അറിയോ സുഹൃത്തുക്കളെ, വാപ്പ മോനെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കി വാപ്പ ശരിക്കാലോചിച്ചോളി. കല്യാണക്കാലോചിച്ചൊക്കെ റെഡിയായതിന്റെ ശേഷം അവൻ ചിന്നൂരിയാണ് അല്ലേ? നിങ്ങൾക്ക് അറിയോ, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ഒളിക്കാൻ പലതുണ്ട്. CD ടവറിന്റെ കച്ചവടം തൊട്ട് CD ടവറിന്റെ ഷെയർ തൊട്ട് കുറെ ഉണ്ട്. ഞങ്ങൾ അങ്ങനത്തെ നമുക്ക് വല്ലാതെ വരാത്തത് എന്തുകൊണ്ടറിയോ? അതൊക്കെ വ്യക്തികളെ പരാമർശിക്കണ പല കാര്യത്തിലുണ്ട്. അതുകൊണ്ട് നിർബന്ധമായാൽ മാത്രമേ അങ്ങനത്തെ വസ്തുക്ക് പലപ്പോഴും വരലുള്ളൂ. ഞങ്ങളെ അമല് പേടിച്ചിട്ട് പലപ്പോഴും അങ്ങനത്തെ പറയാത്തതില്ല. അത് ദൗർബല്യമായി ആരും കാണണ്ട എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് പ്രവർത്തകരെ മുന്നിൽ കുടുങ്ങിയപ്പോ ചെറിയ മുണ്ടത്തൊന്നും ആരും ന്യായീകരിച്ചിട്ടില്ല. പത്തുമല്ല അനസ് മൗലവി അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മൂപ്പരെ ഫോർച്യൂണർ കാറിൽ പുളിക്കലും എടവണ്ണിയും മലപ്പുറത്തും വന്ന് എന്തിനറിയോ ഈ പുസ്തകം എടുത്തത് ന്യായീകരിക്കാനാ. ഈ പുസ്തകം എടുത്ത് നിങ്ങൾ ശിർക്ക് എന്ന് പറയുന്ന കാര്യത്തെ ന്യായീകരിക്കാനാ. അദ്ദേഹത്തിന് പെട്രോളിന്റെ കൂലി ആൾക്കാർ കൊടുത്തതും വേദി കെട്ടിക്കൊടുത്തതും ഈ ശിർക്കിനെ ന്യായീകരിക്കാനാ. എന്നിട്ട് ശിർക്കിനെ ന്യായീകരിച്ചിട്ടില്ലാന്നോ? എന്നിട്ടൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ശിർക്കാകുക. എന്തേ പുതിയ വല്ല വഹിയും വന്ന് നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ആ വഹിന്റെ കോപ്പി ഞങ്ങൾക്കും വേണം. അവസാനം എന്ത് ചെയ്തു നിങ്ങള്? ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മൗലവിയെ പിടിച്ചു പുറത്താക്കി. സക്കരിയ സലാഹി അദ്ദേഹം പ്രസ്ഥാനത്തിന്റെ നന്മ വിചാരിച്ച്, പ്രസ്ഥാനം തമ്മിലടിച്ച് തളർന്ന് ഈ ഒരു അവസ്ഥയ്ക്ക് പോകരുതെന്ന് വിചാരിച്ച് അദ്ദേഹം മനസ്സിൽ അദ്ദേഹത്തിന്റെ നിലപാട് സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഒരുപാട് എതിർത്തും പ്രതിഷേധിച്ചു എന്നതിന്റെ ശേഷം ബഹുമാനനായ പിന്നെ സക്കരിയ മൗലവി എന്ത് ചെയ്തു? ഒപ്പിട്ടെടുത്തു. എന്തിനാ ഒപ്പിട്ടെടുത്തത്? ഈ പ്രസ്ഥാനം പിളരരുത്, ഇത് തകരരുത്, ഇതിനൊന്നും സംഭവിക്കരുത് എന്ന നിലക്ക് അദ്ദേഹം ഒപ്പിട്ടെടുത്തു. ഒപ്പിട്ട് കൊടുത്തീമ കാര്യം എന്നിട്ട് വർത്താനം പറയാൻ തുടങ്ങുന്നത് വേറെ കാര്യം ഇരിക്കട്ടെ. അപ്പൊ എന്തായി? സക്കരിയ സലായും ഫ്രീ ആയി. ഇനിയിപ്പോ ജബ്ബാർ മൗലവിയോ മൂപ്പരതിന്റെ പുറത്തായി. നിങ്ങൾ ശരിക്ക് കേൾക്കാൻ ഞാൻ പറയണേ. ജബ്ബാർ മൗലവിനെ അപ്പോഴത്തിനെ പിടിച്ച് പുറത്താക്കിയാണ്. അപ്പൊ ഞാൻ എന്താ കാട്ടുക? ജബ്ബാർ മൗലവി പുറത്തായില്ലേ? ഇനിയിപ്പോ എന്താന്ന് പ്രവർത്തകർ ചോദിച്ചപ്പോ ഷാഫി സ്വലാഹി അങ്ങനെ ഒരു യോഗത്തിൽ പറഞ്ഞിരുന്നു. ഹനീഫ് കൂടി പറഞ്ഞു, നിങ്ങൾ കേൾക്കി. നേരെ മറിച്ച് അതല്ലാത്തതാണ് ജബ്ബാർ മൗലവിയുടെ വാദം. ഇനി ജബ്ബാർ മൗലവി നമ്മൾ പുറത്താക്കിയില്ലേ, അതോടുകൂടി തീർന്നില്ലേ? ഇല്ല. ആ വാദം വെച്ചു പുലർത്തുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. അത് ആ പേര് പറയേണ്ട ആവശ്യമില്ല. പറയണോ? പറയാം. കഴിഞ്ഞ ഒരു മാസം മുമ്പ് മഞ്ചേരിയിൽ നടന്ന ദായിമാരുടെ യോഗം,
ആ യോഗത്തിൽ വെച്ച് ഷാഫി സലാഹി പറഞ്ഞു, ഞാൻ എന്റെ അത് ശിർക്കല്ല എന്ന വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ആ വാദത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് ഷാഫി സലാഹി പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കണ്ട, ഞങ്ങൾക്കൊക്കെ അറിയാം. ഇത് പണ്ടേ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു പോരുന്ന കാര്യ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനം പ്രാർത്ഥനയുടെ നിർവചനം മുമ്പേ പറഞ്ഞു പോന്നിട്ടുണ്ട്. ആ നിർവചനം ജനങ്ങളെ എഴുതി പഠിപ്പിക്കുകയും പ്രസംഗിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഷാഫി സലാഹി അത് പറയും. എന്നിട്ട് ഷാഫി സലാഹി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ മുൻനിർത്തിയിട്ട് അടുത്ത അറ്റാക്ക്. കാരണം സക്കറിയ സലാഹിന് ഇനി പറയാൻ വകുപ്പില്ല, മൂപ്പർ ഒപ്പിട്ടല്ലോ. മൂപ്പർ ഒപ്പിട്ട സ്ഥിതിക്ക് പറയാൻ വകുപ്പില്ല. ഇവിടെ ഈ ഒരു സ്പേസ് വെച്ചിട്ട് ഷാഫി സലാഹിനെ അറ്റാക്ക് ചെയ്ത് പോരാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഗൾഫിലൊക്കെ ആ പേരും പറഞ്ഞിട്ടാ പോയത്, പലപ്പോഴും പല ഘട്ടങ്ങളിലായി. ഞാൻ അത്രയും നേരം പറഞ്ഞതിന്റെ ചുരുക്കം എന്താ അറിയോ സുഹൃത്തുക്കളെ, ഇതിന്റെ കെമിസ്ട്രി നമുക്ക് മനസ്സിലായിട്ടില്ല, ഇതിന്റെ രസതന്ത്രം നമുക്ക് മനസ്സിലായിട്ടില്ല. സാധാരണ ഈ വിഷയം വിശദീകരിക്കുമ്പോ പറയാറുണ്ട്, ഒരുത്തെങ്ങനെ നിൽക്കുക, അപ്പൊ ഓനെങ്ങനെ ഒരു ഹരം, ഒരാൾ അവിടെ ഇങ്ങനെ ഒരലിലിങ്ങനെ ഇടിക്കുന്നുണ്ട്. അപ്പൊ ഓന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചേ, ഇപ്പൊ ഇടിക്കുമ്പോ ഒരു ഒച്ച ഉണ്ടല്ലോ. ഉണ്ട്. ആ ഒച്ച ഒലക്കമെന്നാണോ ഒരലുമെന്നാണോ എന്ന് വെച്ച്. അപ്പൊ ഇങ്ങനെ ഓനൊരു സംശയം, ഇപ്പൊ ഒലക്കമെന്നാണോ ഒരലുമെന്നാണോ? അപ്പൊ ഒലക്കമൊക്കൊന്ന് നോക്കും, ഒരലുമൊക്കൊന്ന് നോക്കും, അല്ലെ? അതിന്റെ അടുത്ത് അവിടെ വെച്ച അരി ഉണ്ടായിരുന്നു, അത് എടുത്തിട്ട് ഇപ്പം വിട്ട്. അന്നത്തെ ചോറ് അങ്ങനെ ആയി. അപ്പൊ അടുത്ത ദിവസം അയാളെ തന്നെ ചെന്ന് പറ്റിച്ചാ തല്ലിട്ടൊന്ന് ഉറപ്പാ. കാരണം ഇന്നലെ അരി പോയത് അറിയാലോ. വേറൊരുത്തന്റെ എന്നിട്ട് പറഞ്ഞേ, അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല ഇജിപ്പോ ഇടിക്കുന്നുണ്ട് ലഭിച്ച് ഇടിക്കണത് ഒലക്കമെന്നാണോ അതിന്റെ ഒച്ച? അല്ലല്ലോ ഒരലുമെന്നാണ് എന്റെ ഒച്ച. അതൊരു പ്രശ്നമാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് നോക്കട്ടെ. ഇയാൾ ഒലക്ക അവിടെ വെച്ചിട്ട് പിന്നെ മോന്തൊക്കെ ഒന്ന് കൊടുത്തിട്ട് ചോദിച്ചേ, ഇപ്പൊ കേട്ടോ ഒച്ച കയ്യുമെന്നാണോ അതോ മോന്തമെന്നാണോ? ഇപ്പൊ അതാ നടക്കണത്. പണ്ട് കുറച്ച് അരിയൊക്കെ പോയി, കുറച്ച് കാരണന്മാരൊക്കെ എന്ത് ചെയ്ത് കാര്യം തന്നെ കാരണം ടി പി വർണ്ണങ്ങൾ കേട്ടോളി. ടി പി അല്ലേ പറയണേ, പിന്നെന്താ ചെയ്യാ? നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അവസാനിപ്പിക്കണം എന്ന് പറയുന്നത്. നമ്മള് അത് മുമ്പേ നടത്തിയിട്ടില്ല സർ, അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കൂല. മനസ്സിലായോ? നമ്മളത് അവസാനിപ്പിക്കണ്ടല്ലോ. എവിടെയാണ് ഈ ചർച്ച നടന്നത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 1.5 കൊല്ലമായി കേരളത്തിൽ ആവർത്തിച്ച് ചോദിക്കണേ. ഹനീഫ് കായക്കൊടി ഇനി വരുമെങ്കിൽ, അദ്ദേഹത്തെ വിളിച്ചാൽ കിട്ടുമെങ്കിൽ, അബ്ദുറഹ്മാൻ സൽഫി അങ്ങനെ അവസാനത്തെ ചോദ്യത്തിന്റെ ആളായി നിൽക്കണ്ട, മുന്നിക്ക് വരിങ്ങള്. വിശദീകരണ സംവാദത്തിന് നിങ്ങൾ വരൂല, അതിന് നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് എന്താ പറ്റാത്തതെന്നുള്ളത് നിങ്ങളെ കൂടെ ഉറങ്ങി നിങ്ങളെ കൂടെ കടന്നുക്കളെ ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് അറിയും. ഇവിടെ ഇരിക്കണ മഹാഭൂരിപക്ഷത്തിന് അറിയില്ല. അല്ലേ? നിങ്ങൾ പലപ്പോഴും പറയലുണ്ടല്ലോ, ഓനൊക്കെ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് സ്നേഹവും. നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി എന്നും ദുആ ചെയ്യലുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പറയാണ്, ക്ലിയർ ചെയ്ത് പറയാണ് സുഹൃത്തുക്കളെ, ഇപ്പൊ നടക്കണം എന്താ അറിയോ? ഇതാണ് മോന്തൊക്കെ തന്നെ കൊടുത്തിട്ട് കയ്യുമെന്നാണോ മോന്തമെന്നാണോ എന്നാ. അതുകൊണ്ടാ പലപ്പോഴും പലജാതി പ്രചാരണങ്ങൾ അയച്ചുവിടേണ്ടി വരുന്നത്. പീനിനെ പറ്റിയും അതേപോലെ തന്നെ ഹുസൈൻ സൽഫിയെ പറ്റിയും ഫൈസൽ മൗലവിയെ പറ്റിയൊക്കെ. ഫൈസൽ മൗലവിക്ക് പരിക്ക് പറ്റിയിട്ട് വാരിയലിനാണോ അതിന്റെ ഉള്ളിലാണോ തർക്കം കഴിഞ്ഞൊരു മസല. മനസ്സിലായില്ല? ഫൈസൽ മൗലവിക്ക് പരിക്ക് പറ്റിയത് വാരിയലിനാണോ അതല്ല അതിന്റെ ഉള്ളിലുള്ള വേറെ ഏതെങ്കിലും എല്ലിനാണോ? ലാബ് ടെക്നീഷ്യന്റെ പണി മൂപ്പർക്ക് അറിയാന്ന് മൂപ്പര് തെളിയിച്ചു കഴിഞ്ഞാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഫൈസൽ മൗലവിന്റെ വാരിയെല്ലും ഊരിയൊക്കെ നേരാക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. മൂപ്പരുതി നമ്മൾ നോക്കിക്കോളും. നിങ്ങൾ കളി അന്നല്ലേ, നിങ്ങളതിപ്പോ വളരെ അപകടത്തിലാണ് മൊത്തത്തിൽ എല്ലാ കാര്യവും. അതുകൊണ്ട് അത് നോക്കി നല്ലൾക്ക് നടത്തിക്കളി എന്ന് മാത്രമേ യഥാർത്ഥത്തിൽ പറയാനുള്ളൂ. പിന്നെന്താ അറിയോ? പിന്നെ മൂപ്പര് പറഞ്ഞത്, എനിക്ക് ഈ വിശ്വാസം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നാ. ഏത്? പിന്നെ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു കാലത്തും ഇതിനെ ന്യായീകരിച്ചിട്ടില്ല എന്നാ. അനസ് മൗലവി ന്യായീകരിച്ച ക്ലിപ്സ് നമ്മൾ കണ്ടു. നന്ദിപ്പള്ളി ഖുറാഫികൾക്ക് കൊടുക്കാൻ പണ്ട് ഹനീഫ് കായക്കൊടി കരാർ എഴുതിയ പിന്നെ ക്ലിപ്പ് നമ്മൾ കണ്ടു. പലതും കഴിഞ്ഞ പരിപാടി കണ്ടു. ഒരു മറുപടി ഇല്ലല്ലോ. നന്ദിപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഹനീഫ് കായക്കൊടി താങ്കൾ പറഞ്ഞ വിഷയത്തിൽ എന്തു പറയാനുണ്ടെന്ന് കേരളത്തിലെ ബാലവേദി കുട്ടിയടക്കം ചോദിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ മിണ്ടാത്ത്? എന്താ പറഞ്ഞിട്ടാണ് പോരാത്തേ? പോരൂല. പോന്ന ചിലതൊക്കെ പൊളിയും, ചിലതൊക്കെ തെളിയും. ആരാണ് ഇവിടെ വാദം മാറ്റിയതെന്ന് മനസ്സിലാകും. നന്ദിപ്പള്ളിന്റെ താക്കോലി അവിടെ കെ സുന്നികൾ കേൾപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിച്ചവരുണ്ട് എന്ന് തെളിയിച്ചാൽ എന്നാ. നിങ്ങൾ എന്നെ ഇപ്പൊ തെളിയിച്ചെന്താ? നിങ്ങൾ തെളിയിച്ചത് ജബ്ബാർ മൗലവി മക്കയിലെ മറ്റേ ആളെ പോലെയാണെന്നാ. ഓക്കെ,
സംസാരിക്കാൻ പാടില്ല, ബാങ്കുണ്ട്. സംസാരിക്കണ്ടേ നമ്മള്? ബാങ്ക് കൊടുത്തോട്ടെ. അദ്ദേഹം പറഞ്ഞത് ഞാൻ അവിടെ ഇത് ന്യായീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നന്ദിപ്പള്ളി അടക്കമുള്ളത് നമ്മൾ ഇട്ടതിന് മറുപടി വന്നിട്ടില്ല. ബഹുമാനായ അബ്ദുറഹ്മാൻ സൽഫി പറഞ്ഞോട്ടെ. എന്റെ വായ കൊണ്ട്, കാരണം എന്റെ മനസ്സിലേക്ക് ഒരിക്കലും ഇത് ശിർക്കല്ലെന്ന് എന്റെ വായ കൊണ്ട്, കാരണം എന്റെ മനസ്സിലേക്ക് ഒരിക്കലും അങ്ങനെ ഒരു വിശ്വാസം കടന്നു വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വായ കൂടി വരാം. അങ്ങനെ വരാത്തത് കൊണ്ട് എന്റെ വായയിൽ അങ്ങനെ ഒരു വാക്ക് അയാളുടെ വാദത്തെ ന്യായീകരിച്ചു വന്നിട്ടില്ല. ഒരു ക്ലിപ്പല്ല, ഇന്ന് വരെ ഞാൻ പ്രസംഗിച്ച 10,000 ക്ലിപ്പ് കൊണ്ടും തെളിയിക്കാനൊട്ട് കഴിയില്ല. 10,000 കൊണ്ടൊന്നും തെളിയിക്കണ്ട. നിങ്ങൾ ആകെ ഈ വിഷയം എവിടെയൊക്കെ പറഞ്ഞോ അവിടെയൊക്കെ നിങ്ങൾ ന്യായീകരിച്ചിട്ടുണ്ട്. പണ്ടിപ്പോഴല്ല, പണ്ടിപ്പോൾ ഏറ്റവും ലാസ്റ്റ് 5/6/2011 മുജാഹിദ് പ്രസ്ഥാനത്തിലെ വാപ്പാനി മോനി രണ്ടാക്കാൻ, പള്ളികളിൽ കലാപം അഴിച്ചുവിടാൻ, പോലീസ് സ്റ്റേഷനിന്റെ വരാന്തയിൽ അനന്തമായി മുജാഹിദുകളെ കാത്തു നിർത്താൻ, കോടതിക്കും അതേപോലെ തന്നെ വക്കീലിനും ഇനിയും ലക്ഷങ്ങൾ ഫീസ് കിട്ടാൻ നിങ്ങളുടെ കേവലമായ സ്വാർത്ഥത സംഘടനന്റെ മുമ്പിൽ നിൽക്കണമെന്ന നിങ്ങളുടെ കേവലമായ സ്വാർത്ഥത നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചുകൂട്ടിയ ഗ്രൂപ്പ് യോഗം. അതിനെപ്പറ്റി ഞങ്ങൾ പലയിടത്തും പറഞ്ഞല്ലോ. കരിവള്ളി മുഹമ്മദ് മൗലവി പേനയെടുത്തു, പേപ്പർ എടുത്തു, എഴുതി, കത്തുണ്ട്, സീഡിട്ടവറിലുണ്ട്. ആ കത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി പുറത്തുവിടാൻ പറ്റുമോ? അങ്ങനെ കംപ്ലൈന്റ് പോസ്റ്റ് ചെയ്തതാ. എന്നിട്ട് ഹനീഫ് കായക്കൊടി അത് ഗ്രൂപ്പ് യോഗമല്ല, ഹനീഫ് കായക്കൊടിക്ക് യോഗം എന്താണെന്നറിയോ? ഹനീഫ് കായക്കൊടിക്ക് യോഗം എന്താണെന്നറിയോ? ആൾക്കാർ കെട്ടിക്കൊടുത്ത വേദിക്ക് മൂപ്പര് വരാത്തതിന്റെ 4-5 സാമ്പിള് കഴിഞ്ഞ പരിപാടിയിൽ ബഹുമാനനായ ഫൈസൽ മൗലവി പറഞ്ഞിരുന്നു. മൂപ്പരങ്ങനെ വ്യക്തിപരമായി മൂപ്പര് പറയണൊന്നും മറുപടി പറയാത്ത ഒരാളാണ്. അതുകൊണ്ട് അവർക്ക് ആദർശ വിഷയം തന്നെ ഇഷ്ടം പോലെ വിശദീകരിക്കാനുള്ളതുകൊണ്ടാ. നിങ്ങൾക്ക് പറയല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ അങ്ങനെ എനിക്ക് ഊരവേദന എന്ന് പറഞ്ഞാൽ മറ്റേ സ്ഥലത്ത് നിന്ന് അടുത്ത മറുപടി വരും. അതുകൊണ്ടാ. മനസ്സിലായോ? അതുകൊണ്ട് യോഗ എന്താന്ന് അറിയണവര് പറയട്ടെ അതിനെപ്പറ്റി. നിങ്ങൾക്ക് യോഗ എന്താണെന്ന് അറിയില്ല. നിങ്ങള് അബ്ദുറഹ്മാൻ സൽഫിക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്തേണ്ടത് ഗ്രൂപ്പ് യോഗ അല്ല എന്ന് പറയണ്ട. ഗ്രൂപ്പ് യോഗ എന്താണ്, ഔദ്യോഗിക യോഗ എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ കുറ്റ്യാടിയിലേക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒരു യൂണിറ്റിലെ ഒരു ബാലവേദിക്കുട്ടിനെ വിളിക്കുക. എപ്പോഴാണ് ഒരു യോഗം ഗ്രൂപ്പ് യോഗ ആകുക എന്ന് ചോദിക്കുക, പറഞ്ഞുതരും. രാത്രി 12 മണിക്ക് പോസ്റ്റർ ഒട്ടിക്കണ പ്രവർത്തകന്റെ വികാരം അറിയണം. സാധാരണ നമ്മൾ പറയലുണ്ട്, പശ നഖത്തിന്റെ ഉള്ളിലായിട്ട് രാവിലെ 4 മണിക്ക് കൈ കഴുകി വൃത്തിയാക്കി മേലെ വെള്ളം പാർന്ന് ഒന്നെടുത്ത് പള്ളിയിൽ പോകുന്ന നിങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേദി കെട്ടിത്തന്ന സാധാരണക്കാരന്റെ വികാരം അറിയണം. ഹനീഫ് കായക്കൊടി, ബഹുമാനനായ സലഫി, നിങ്ങൾ കരയിച്ചു 10,000 ഒരു ആർട്ടിഫിഷ്യൽ അജണ്ട കൊണ്ടുവന്നിട്ട്, മുജാഹിദുകൾക്കിടയിൽ സാങ്കല്പിക അജണ്ട കൊണ്ടുവന്നിട്ട്, വേറെ ആരുമല്ല നിങ്ങളെ കൊണ്ടുവന്നിട്ട് മൂപ്പര് പറയാ ഞാനിത് എവിടെയും ന്യായീകരിച്ചിട്ടില്ല, ഞാൻ മനസ്സിലങ്ങനെ ഒരു വിശ്വാസമല്ല. 5/6/2011 യോഗത്തിൽ എന്താ അബ്ദുറഹ്മാൻ സൽഫി പറഞ്ഞത്? കഴിഞ്ഞ പ്രസംഗത്തിൽ ഞങ്ങൾ ഇട്ടിരുന്നു. ആ ക്ലിപ്പ് പുറത്തു വന്ന മുഴുവൻ യോഗങ്ങളിൽ ഇട്ടിരുന്നു. 2 ചെവിയിലും ഫോണും വെച്ച് ബഹുമാനനായ ഹനീഫ് കായക്കൊടി, നിങ്ങൾ ഇത് കേൾക്കുന്നു, നാസർ സുല്ലമി കേൾക്കുന്നു, എഴുതി വെക്കുക. ഞാൻ പറയുന്ന പോയിന്റ് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? ഗ്രൂപ്പ് യോഗത്തിൽ പറഞ്ഞ കാര്യത്തെ പറ്റി ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞ്? അത് കൊടിയ ശിർക്കാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞ്? അദ്ദേഹത്തിന് തേടാമെന്ന വാദമുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞ്? അദ്ദേഹം വിഗ്രഹാരാധകനായ പിന്നെ മക്കയിൽ വിഗ്രഹാരാധന കൊണ്ടുവന്ന വ്യക്തി ചെയ്ത പണിക്ക് തുല്യമായ പണി ചെയ്ത ആളാണ് എന്നാണോ പറഞ്ഞത്? നിങ്ങൾ അദ്ദേഹത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കേണ്ട പണിയെടുത്ത ആളാണ് എന്നാണോ പറഞ്ഞത്? ആണോ? ബഹുമാനനായ പണ്ഡിതൻ എഴുതി തന്ന ചോദ്യം വായിച്ച് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച് പ്രവർത്തകർ നിങ്ങൾക്ക് ക്രെഡിറ്റ് തരുമ്പോൾ അദ്ദേഹം സ്വന്തം ഓയലുമുണ്ട് തോളിലേക്ക് ഇട്ടിട്ട് അടുത്ത ബസ്സിന് കയറി പോന്നതാ അല്ലേ? അദ്ദേഹം എഴുതിയ ചോദ്യത്തിന്റെ ബലത്തിൽ സംവാദങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. ഞാൻ സംവാദത്തിന് നയിച്ച ആളും നേതൃത്വം കൊടുത്ത ആളൊന്നുമല്ല. ആണെങ്കിൽ ഇപ്പോ ഇതിനൊന്നും ഞാൻ മറുപടി പറയില്ലല്ലോ, അല്ലേ? ഇതൊന്നും അങ്ങനെ ചെയ്യണമല്ലോ, മറുപടി പറയേണ്ടല്ല. അതുകൊണ്ടാണ് ഫൈസൽ മൗലവിക്ക് വേണ്ടി ചെറിയൊരു സൗകര്യം ചെയ്തത്. അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തതുകൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ജബ്ബാർ മൗലവി എഴുതി കൊടുത്ത ചോദ്യം ഒസങ്കടി ഓരോന്നും അറിയാം, അല്ലേ? ഓരോന്നും അറിയാം. എന്നിട്ട് ആ ജബ്ബാർ മൗലവി അദ്ദേഹം വായിച്ചെടുത്ത ഇബാറത്ത്, ഹർക്കത്തിട്ടെടുത്ത ഇബാറത്ത്, അതൊക്കെ ഹനീഫ് കായക്കൊടി പറയട്ടെ അല്ലാന്ന്. അപ്പൊ ഞാൻ പറയും ഏതിനൊക്കെ ഹർക്കത്തിട്ടെടുത്ത ഏതിനൊക്കെ ഇല്ലാത്തതെന്ന്.
ഹർക്കത്തിട്ടെടുത്ത ഇബാറത്ത് അത് വായിച്ച് പ്രസംഗിച്ച് വിശദീകരിച്ച് നടന്നിട്ട് അദ്ദേഹം ആരറിയോ? മക്കയിലെ വിഗ്രഹാരാധകന് തുല്യം. ഇത് പറഞ്ഞ ആളുകൾ നടത്തിയ ഗ്രൂപ്പ് യോഗത്തിൽ എന്താ പറഞ്ഞ്? ഗ്രൂപ്പ് യോഗത്തിൽ പറഞ്ഞത് അത് ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അതിന്റെ മലയാള വസീലത്തു ശിർക്ക് എന്ന്. സോറി, അതിന്റെ അറബിയാണ് വസീലത്തു ശിർക്ക്. നിങ്ങൾ തിരുത്തിയതിന് നന്ദി. ഇല്ലെങ്കിൽ അടുത്ത പരിപാടിയിൽ 1.5 മണിക്കൂർ അതേ കാരണം. വിശേഷിച്ച് അനസ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും അതായിരിക്കും, ഉറപ്പാണ്. അപ്പോ അതിന്റെ പേരാണ് അറബിയിൽ പറയാ വസീലത്ത് ശിർക്ക്. അബ്ദുറഹ്മാൻ സൽഫി പറഞ്ഞോട്ടെ, ഇത് കൃത്യമായിട്ട് ആ യോഗത്തിൽ പറഞ്ഞതാണ്. ഇതിനോട് സഹായം തരിക എന്നുള്ളത് അവരല്ല. ഇത് സൂക്ഷ്മമായിട്ട് ഞാൻ പറയുന്നത് ഒരു ജിന്നിന്റെ കഴിവുപെട്ട ഒരു കാര്യം ജിന്നി ചെയ്യുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അവരോട് ഇങ്ങനെ പോയി എന്നിട്ട് ആ കഴിവിൽപ്പെട്ട കാര്യം ജിന്നി ചെയ്യുകയാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാചകങ്ങൾ ഓരോന്നോടും എടുത്തു നോക്കിയാൽ കുറച്ചൊക്കെ ഒരു സൂക്ഷിക്കാൻ പറ്റുന്ന നിലക്ക് ഒരു എഴുതിയതിൽ കാണാം. പക്ഷെ നമ്മൾ ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ പോകണ്ട. ഞാനത് ആ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ കഴിവ്, ജിന്നിന്റെ കഴിവ്, ഒരു ആനക്ക് ആനന്റെ കഴിവ്. ആന നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആനന്റെ കഴിവിന്, മനുഷ്യന്റെ കഴിവിനല്ല. പക്ഷെ ഇന്നും ആന തമ്മിലുള്ള വ്യത്യാസം. ആന നമ്മൾ കാണും, മരപ്പലിക്കാൻ ആന പറ്റും. അതുകൊണ്ട് ആന ഉപയോഗിച്ചിട്ട് നമ്മൾ മരപ്പലിക്കുന്നുണ്ട്. ജിന്നിനെ നമ്മൾ കാണുക, കാണാത്ത ഈ സാധനത്തിന്റെ കഴിവ് പറഞ്ഞുകൊണ്ട് ആ കഴിവിൽപ്പെട്ട ആരും ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ളവരല്ല. എന്നാലും അതിനപ്പുറം ഈ സഹായ ചോദിക്കൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാൻ ഒരു മുവഹിദ്. അതിനപ്പുറം ഈ സഹായ ചോദിക്കൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാൻ അവസാനത് ശിർക്കാണ് എത്തുക. അതന്നെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. ഗ്രൂപ്പ് യോഗത്തിൽ പോലും നിങ്ങൾ പറഞ്ഞത് ഇതാ. അവിടെ പോലും മുജാഹിദുകൾക്കെതിരെ ശിർക്കാരോപണം അജണ്ടയായിരുന്നില്ല. പിന്നെയോ ഉദ്ദേശിച്ചത്, അവിടെ അജണ്ടയാക്കാൻ ഉദ്ദേശിച്ചത് റുഖിയ ശറയ്യമ കെട്ടിത്തിരിഞ്ഞ് ചെയ്യാന്ന. കഴിഞ്ഞതിന്റെയും മുമ്പുള്ളതിന്റെ ഒക്കെ ടൈറ്റിലൊക്കെ റുഖിയ ശറയ്യ. എന്തെങ്കിലും റുഖിയ ശറയ്യമൊക്കെ വരാതിരുന്നത്? മുമ്പേ മുതൽ ഞങ്ങൾ ഈ വിഷയത്തിൽ ചോദിച്ച ഒരുപാട് ചോദ്യം ഉണ്ടല്ലോ, നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇനി ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണ് എന്നല്ല ആ യോഗത്തിൽ നിങ്ങൾ പറഞ്ഞ്. അത് ശിർക്കാക്കാൻ പ്രയാസ, എനിക്ക് പൂതിയൊക്കെ ഉണ്ടാക്കാന് നടക്കൂല, അത് ശിർക്കാക്കാൻ പ്രയാസ. അപ്പുറത്ത് സക്കരിയ, ഗണ്ണന രംഗത്തൊക്കെ ഉള്ള സക്കരിയ നിൽക്കുന്നത് ലാബ് ടെക്നീഷ്യന്റെ പണിക്ക് നമ്മൾ പോണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞ് വിട്ടുകൊടുക്കും. ഒരു മുവഹിദായ ഒരാൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വെട്ടുമ്പോ ആ വാചകത്തിൽ നമുക്ക് പിടിച്ച് ശിർക്കാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഘടകപ്രസംഗത്തിന്റെ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ശരിയായ വാക്കുകൾ ഒരു വാചകന്റെ എഴുതിയിരിച്ചിട്ട് പറയുന്ന പോലെയല്ല ലേഖനം മുഴുവൻ വായിക്കാനുണ്ടാകുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഈ ലാബ് ടെക്നീഷ്യന്റെ പണിക്ക് അത് പറഞ്ഞാൽ ഞമ്മക്ക് ഈ പറ്റിയിൽ തുറന്നു പറഞ്ഞാൽ അത് ജിന്നിനോട് സഹായം തരുന്നത് ശരിക്കാണ്. അത് സഹായം തേടാം എന്ന് ഉള്ള വാദം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ മുജാഹിദ് എല്ലാം ശരിക്കാം എന്ന് പറഞ്ഞാൽ മതി. മറ്റീലല്ല അവിടെ അത് ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് എടുത്തു നോക്കുകയാണെങ്കിൽ മിക്ക ലേഖനങ്ങളിൽ നിന്നും അത് ടോട്ടൽ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ വരുന്നത് ജിന്നിന്റെ കഴിവ്, മനസ്സിലെ മനുഷ്യന്റെ കഴിവ്, ഓരോരുത്തർക്കും അവനെ കഴിവനുസരിച്ച് ചെയ്യാൻ കഴിയും. അതനുസരിച്ച് ചെയ്യുന്നത് എന്തല്ല അഭൗതികമായ മാർഗമല്ല എന്നൊക്കെ പറഞ്ഞ് വാചകത്തുമ്പോൾ പിടിച്ചു നിൽക്കാനൊക്കെ ചിലപ്പോൾ പറ്റിയത്. നമുക്ക് അങ്ങനെ പിടിച്ചു നിന്നാലും ജിന്നിനോട് സഹായം തേടാം എന്ന് പ്രസംഗിക്കാനോ വാദിക്കാനോ എഴുതാനോ പാടില്ല. ഇതാണ് ആ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് കഴിഞ്ഞ പരിപാടിയിൽ ഇട്ടിട്ടുണ്ടല്ലോ, ഇതിനൊന്നും മറുപടി ഇല്ല. PhD മറ്റേ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ നോംസിൽ അങ്ങനെ ഉണ്ട്, മറ്റേ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആകെയുള്ള തർക്കം എന്താ? ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ നോംസ് ഉണ്ട് എന്നാ. അതിലെ തമാശ എന്താ വെച്ചാൽ ഇതിന്റെ നോംസും ഇതിന്റെ റൂൾസും ഒക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് Google ജസ്റ്റ് ഒന്നാണ് പോയിട്ട് നല്ല ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ പോയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സൈറ്റ് എടുത്താൽ മതി. പോസ്റ്റ് ഗ്രാജുവേഷൻ ആളുകൾക്ക് പറ്റുള്ളൂ എന്ന് 2019 നോംസ് വന്നിട്ടുണ്ട്. ഇവിടെ നോംസ് ഉണ്ടോ അല്ലേ, അതുകൊണ്ട് നിങ്ങൾ ശ്രമിച്ചോ അല്ലേ എന്നുള്ളതല്ല തർക്കം. തർക്കം എന്താ അറിയോ, അല്ലെങ്കിൽ പ്രശ്നം എന്താ അറിയോ, ഞങ്ങളെ തല എണ്ണി വാങ്ങിയ സ്ഥാനം കൊണ്ട്, അതും ചോദിച്ചു വാങ്ങിയ പൊസിഷൻ കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനോ മുസ്ലിങ്ങൾക്കോ നാടിനോ ഗുണമുള്ളൊരു കാര്യമല്ല. റിട്ടയർമെന്റിന്റെ 2-3 കൊല്ലം മുമ്പ് എനിക്കൊരു PhD കിട്ടണം. കാരണം ഞാൻ മുഖ്യ പ്രതിയോഗിയായി കാണുന്ന ആളുകൾക്കൊക്കെ PhD ഉണ്ട് എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? PhD നിങ്ങളെ കൂട്ടത്തിലുള്ള വേറെ മുതലാളിമാർക്കും ചിലർക്കൊക്കെ ഉണ്ട്. അത് പൈസ കൊടുത്ത് വാങ്ങിയതാ. അത് കിട്ടും, എല്ലാവർക്കും കിട്ടും വേണമെങ്കിൽ അല്ലേ, അത് കിട്ടും. അത് ചെയ്താൽ മതിയായിരുന്നു. നിങ്ങൾ ഈ എടുത്ത പണിന്റെ നേരം കൊണ്ട്, ഈ എടുത്ത പണി കൊണ്ട് അത് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ നിങ്ങൾ എഴുതുന്ന PhD അത് നിങ്ങൾ തന്നെയാണ് എഴുതണമെന്ന് എനിക്കൊക്കെ ശരിക്കും അറിയാലോ.
നിങ്ങൾ എഴുതുന്ന PhD നിങ്ങൾ എഴുതുന്ന പേപ്പറും കടലാസൊക്കെ സർ നിങ്ങൾ തന്നെയാണ് എഴുതുന്നതെന്ന് ഇഞ്ഞപ്പോഴത്തെ ആൾക്കാർക്ക് ശരിക്കും അറിയണോണ്ട് അതിന്റെ കഥ ബാക്കി വേണ്ടിയെന്ന് നമുക്ക് പറയാം. ചിലതൊക്കെ ഇനി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എന്താ നിങ്ങള് പിന്നെ സെമിയുദ്വാ അല്ലാഹ് അല്ലാത്തവരും ഉണ്ട് എന്നുള്ളടത്തേക്ക് വരെത്തി. അതുകൊണ്ട് ഇവരെ വ്യക്തിത്വം, ഇവരെ സത്യവും, ഇവരുടെ ചേലും കോലം, ഇവരുടെ നീട്ടലും കുറിക്കലൊക്കെ കേട്ടിട്ട് ആരെങ്കിലും സെമിയുദ്വാ അല്ലാഹു അല്ലാത്തവരുണ്ട് എന്ന് വിശ്വസിച്ചു പോകുമോ എന്ന് പേടിക്കണതുകൊണ്ട് പാലിച്ച ചില മര്യാദകൾ ഒരുപക്ഷെ പിൻവലിക്കേണ്ടി വരും എന്ന് അദ്ദേഹത്തോട് പ്രത്യേകം പറയാണ്. പാലിച്ച ചില മര്യാദകൾ പിൻവലിക്കേണ്ടി വരും. അത്രേ തൽക്കാലപ്പ് പറയണുള്ളൂ. അപ്പോ പ്രയാസപ്പെട്ടാലേ ശിർക്കാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ. മുപ്പര് കുറെ പ്രയാസപ്പെട്ടു. മുപ്പര് ഒരു പ്രയാസം കണ്ടോളി. താങ്കൾ തന്നെ സംസാരിക്കുന്ന എന്തിന്റെ പേരില്ല? നിങ്ങൾക്ക് നിസ്സാരമായി കാര്യം ഇത് എന്റെ ഒരു പ്രശ്നം. എന്നെ നിങ്ങൾ ചീത്ത പറഞ്ഞോ? എനിക്ക് വിരോധമല്ല. ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാണെന്ന് പറയാൻ പാടില്ല. ശിർക്കായ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞു നടക്കുക ഗുരുതരാണ്. അതാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ വിഭാഗീയതയ്ക്ക് കാരണം. അതുകൊണ്ടാണ് അതിനെ പറ്റി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു സുഹൃത്ത് സംശയം ചോദിച്ചാണ്. നിങ്ങളെന്താ വിചാരിച്ച് അവിടെ എന്തോ കൊലപാതകം നടന്നു? ഇല്ല, അവിടെ ഒരു സുഹൃത്ത് സർ പിന്നെ യായിബാദുള്ള അയ്യനൂനി അത് കേട്ടോടുകൂടെ മൂപ്പർക്കാകെ പിരാന്തായി. എന്നിട്ട് മൂപ്പരെടുക്കുന്ന റിസ്ക്കും പ്രയാസമൊക്കെ പറയുന്നുണ്ട്. കേൾക്കും ഷുഗറിന്റെ അളവ്. അതുകൊണ്ടാണ് അതിനെ പറ്റി ഇനി പറയണ്ട. പിന്നെ ഇത് നിസ്സാരാണ്. അന്വേഷിച്ച് നോക്കിയ നിസ്സാരമല്ല. ശിർക്കിന്റെ ഒരു കാര്യത്തെ ഇങ്ങനെ നിസ്സാരാക്കിയിട്ട് പിന്നെ എന്ത് മുജാഹിദാണ്, എന്ത് ഇസ്രായേൽ പ്രവർത്തകനാണ്, എന്ത് ആദർശാണ് അത് പറയരുത്. ഞാൻ പറയട്ടെ, ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. ഇനിയും ഞാൻ പറയട്ടെ, ഇത് ഖുറാഫികളുടെ ഒരു നിലപാട് പോലെ ചോദിച്ചത് തന്നെ ആവർത്തിച്ച് പറയാ, അസംബന്ധമായി. ഞാൻ പറയട്ടെ, ഇത് ഞാൻ പറഞ്ഞ ഇവിടെ ഉണ്ടായത് ഇബാദല്ല അല്ല. നിങ്ങൾ എന്തിനാക്കി തീർക്കുന്നത്? ഈ ജബ്ബാർ മൗലവി പറയണതൊന്ന് കേൾക്കിയേനി. കാരണം വെറുതെ തർക്കിച്ചുകൊണ്ട് ഇത്ര നേരം പറ്റില്ല. ഇത്ര നേരം വേറെ ആരും സംസാരിക്കണ്ട, ഞാൻ സംസാരിക്കാം. ഇത്ര നേരം ഈ കാര്യം വിശദീകരിച്ചത് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ഈ ലേഖനം ഞാൻ പറയട്ടെ, ഒന്ന് കേൾക്കി. അവിടെ ഇരിക്കി പോണ ആളുകൾക്ക് പോകാം, അല്ലാത്തവർ മാത്രം ഇരുന്നാൽ മതി. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം പിന്നെ മറ്റേ ചോദ്യം തന്നെ ചോദിച്ചു പോകാമെന്ന് വിചാരിക്കണ്ട. കാരണം എന്താ അറിയോ, അത്ര ബുദ്ധിയും ബോധമില്ലാത്തല്ല. ആ പ്രായം വരുമ്പോ ഈ പണിയൊക്കെ നിർത്തി പെറിയിലിരിക്കും. ഇപ്പോ കൃത്യമായിട്ട് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് തിരിയണ ആളുകളാണ് ഞങ്ങള്. എന്നിട്ട് ഇതിന് അത്ര കഴമ്പില്ല എന്ന് തോന്നിയെന്നല്ലേ? ആ ഒരു തോന്നൽ വേണ്ട. ഈ കഴമ്പുള്ളതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഉറക്കം ഒഴിച്ചതിന് മെനക്കെടുന്നത്. ഞാനിപ്പോ ഇവിടെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ എന്താ അറിയോ, ഷുഗർ 793 ആയ ആളാണ് ഈ നിൽക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ സൗദി പോണിന്റെ മുമ്പ് ഒരു ഭാഗം തളർന്നുപോയി. ഈ വിഷയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ മേശയിൽ കയറി ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്, കസേരയിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഒരു ഭാഗം തളർന്നു പോയിരുന്നു. ഞാൻ 4 ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നിട്ടാണ്. ചെല്ലുമ്പോ 536 എന്റെ ഷുഗർ. ഇവിടെ രാത്രി ഉറക്കില്ല. ഇവിടെ വന്നിട്ടുള്ള അവസ്ഥകൾ ഇതാണ്. ഇതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം കുടിക്കുന്ന ഷുഗറിന്റെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഇത്രയും വിശദമായി വ്യക്തമായി ആവർത്തിച്ച് പറഞ്ഞിട്ട് ഇതൊക്കെ കേട്ടു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ഒരു കഴമ്പുമില്ല എന്നാ തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾക്കിത് പറയണ്ട. താങ്കൾക്കുണ്ടെങ്കിൽ താങ്കളുടെ കാര്യം മാത്രമാണ്. അവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞു കേൾക്കട്ടെ. എന്നിട്ടിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യം എന്താ അറിയോ? ഈ ചോദ്യം ഒരടിസ്ഥാനവുമില്ലാത്ത ചോദ്യം. അപ്പോ വെള്ളം കുടിക്കണതിന്റെ കാരണങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അത് തെളിവില്ലായിട്ടല്ല സംഗതി. അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാവും. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകും. അള്ളാഹു എല്ലാവർക്കും അങ്ങനെ രോഗമുള്ളവർക്കൊക്കെ ശിഫ കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും ഹിദായത്ത് റബ്ബ് കൊടുക്കട്ടെ. ഏതാണെങ്കിലും സുഹൃത്തുക്കളെ മനസ്സിലായല്ലോ, കുറെ മൂപ്പര് കഷ്ടപ്പെട്ടു. ലാബ് ടെക്നീഷ്യന്റെ പണി മൂപ്പര് എടുത്തപ്പോ പ്രവർത്തകർ ചോദിക്കാൻ തുടങ്ങി. ചോദിക്കുമ്പോ ചൂടായിട്ട് കാര്യമുണ്ടോ? ചൂടായ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നല്ലാതെ. അപ്പോ അതിനുവേണ്ടി ഇത് ശിർക്കാക്കാൻ വേണ്ടി മൂപ്പരെടുത്ത പണിയാണ്. ഇനി ഞാനൊരു 10 മിനിറ്റ് കുറച്ച് കാര്യം പറയുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ കേട്ടാൽ മനസ്സിലെച്ചാൽ മതി. ഞാൻ പറഞ്ഞ വേർന്ന് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇദ്ദേഹം ചെയ്ത പണി എന്താ അറിയോ? ഇദ്ദേഹം ചെയ്ത പണി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് പൊളിക്കാനുള്ള ആദ്യത്തെ പടികൾ എടുത്തു വെച്ചു. കാരണം എന്താ? കാരണം മറ്റൊന്നല്ല, ഇവിടെ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാക്കാൻ പ്രയാസാണല്ലോ. അത് ശിർക്കല്ല എന്നുള്ളതുകൊണ്ടാണല്ലോ നന്ദിപ്പള്ളിന്റെ താക്കോല് തരാന്ന് പറഞ്ഞ്.
അതുകൊണ്ടാണല്ലോ അനസ് മൗലവി കേരളം മൊത്തം നടന്നത് വിശദീകരിച്ച് അല്ലേ ഒക്കെ ചെയ്തത്. അപ്പോ ഇത് ശിർക്കാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഇവിടെ ജബ്ബാർ മൗലവിയുടെ 4 വരികൾക്കിടയിലെ ജിന്ന് എന്ന ജീവിയെ, മലക്ക് എന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയെ എന്ത് ചെയ്യണം? അഭൗതികമാക്കണം. അത് മൂപ്പരാക്കി കേട്ടോളി. ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ് എന്ന് പറയുന്നത്. ഇത് സംശയിക്കണ്ട, ന്യായീകരിക്കാൻ പോകാം. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് വളരെ കഷ്ടപ്പെട്ടത് ശിർക്കാക്കണെ നമ്മൾ കണ്ട് നീട്ടി വലിച്ച് ഇരിക്കട്ടെ. ഏതാണെങ്കിലും ഈ വിഷയത്തിൽ എന്താ സംഭവിച്ചത്? ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിലും പറഞ്ഞിരുന്നു, ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. KC മുഹമ്മദ് മൗലവി മാറഞ്ചേരിയുടെ ലേഖനമാണ്. 2013 ഫെബ്രുവരിയിൽ വന്നതാണിത്. ഇതേപോലെ ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ 2013 ഫെബ്രുവരി 8 വന്നതാണ്. എന്നാൽ ഇതേ സംഗതി ഇതേപോലത്തെ മറ്റൊരു ഫെബ്രുവരിയിൽ ജിന്നിന്റെ കഴിവിനെ സംബന്ധിച്ച്, മലക്കിന്റെ കഴിവിനെ സംബന്ധിച്ച് വന്നത് എന്താണ്? നോക്കൂ നിങ്ങൾ. 2007 ഫെബ്രുവരി 16 വന്നത് എന്താണ്? 2007 ഫെബ്രുവരി 16 വന്നത് വിമർശകനായ ഫൈസിയെ ഈ വസ്തുത നേരത്തെ തന്നെ മുജാഹിദുകൾ ഉണർത്തിയതാണ്. ആ ഭാഗവും കാണുക. ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥക്ക് അതീതമായ കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അബോധികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ള ആളുകൾ പറയുകയില്ല. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണെന്നിരിക്കെ അവരുടെ തൗഹീദ് എങ്ങനെയാണ് പ്രതിസന്ധിയിലാവുക? ഇത് വിചിന്തന എഴുതിയതാ. ഇവിടുന്ന് പോന്നു, ഇവിടെ നിന്ന് പോന്നതാണ്. കഴിഞ്ഞ പുളിക്കൽ പ്രോഗ്രാമിൽ അനീഫ് കായക്കൊടിക്ക് എന്റെ സുഹൃത്ത് ഫൈസലിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ വിറക്കേണ്ടി വന്നത്, അദ്ദേഹത്തിന് ഉരുളേണ്ടി വന്നത്, ദുആ കേൾക്കുന്നവൻ അല്ലാഹു അല്ലാത്തവരുണ്ട് എന്ന് പറയേണ്ടി വന്നത്, ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നപ്പോ മൈക്ക കൊടുക്കണ്ടെന്നറിഞ്ഞ് നമ്മളെ ചാരനെ മൂപ്പരിക്ക് വേഗം തിരിയല എവിടുക്കാ പോണത്. കാരണം മൂപ്പരുണ്ടാക്കിയതല്ലേ, ചാര ഇടപെട്ടിട്ട് മൈക്ക് കൊടുക്കാതിരുന്ന്. ഹനീഫ് കായക്കൊടി ചാരന്റെ അവിടെ എത്തിയിട്ടുണ്ടാവില്ല, ഒരു ചാൻസ് കൂടി കൊടുത്താളിന്ന് പറഞ്ഞ് ഫൈസൽ അടുത്ത ബോംബ് ടപ്പ് ആണ് പൊട്ടിച്ച്, മറ്റേ ബോംബ് പണ്ടിട്ടാതെ കോലത്തില്. അതോടുകൂടെ മൈക്ക പിന്നല്ല. സമയമില്ലാത്തതുകൊണ്ട് അബ്ദുറഹ്മാൻ സൽഫി 3/4 മണിക്കൂർ പിന്നെയും പ്രസംഗിച്ചു. മനസ്സിലായോ? അതാ ഉണ്ടായത്. ഞങ്ങൾ ചോദിക്കണ ചോദ്യം 3 വിചിന്തനം മുന്നിൽ വല്ലതുണ്ടെങ്കിൽ പറയും. ജുബൈലിൽ നടന്ന NV സാലിം ഖാന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പ്, ആ ക്യാമ്പിന്റെ ന്യൂസ് വിചിന്തനത്തിൽ വന്നല്ലോ. അത് വേണ്ട ആൾക്കാരൊക്കെ എപ്പോഴും അവിടെ ഉണ്ടാവും. അതുകൊണ്ടേക്കാരം ഏതാണെങ്കിലും വന്നത് തിരുത്താൻ വേണ്ടി എത്ര കോളാങ്ങൾ മുടക്കിയത്. എന്തതിലൊന്നും ഉണ്ടാത്ത? അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് അതുതന്നെയാണ്. ആ നിലപാടിൽ സലഫിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരും, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടി വരും, ഉറപ്പാ. അങ്ങനെ വന്നപ്പോ എന്തായിന്നറിയോ? നേരെ നെല്ലിക്കുത്തിന്റെ തൗഹീദിക്കാണ് പോയി. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞോട്ടെ. ഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. ആർക്കും തെളിയിക്കാൻ സാധ്യമല്ല. CD ഇട്ടവർ പിടിച്ചടക്കാൻ വേണ്ടി
അതേ സീഡി ഇട്ടവരിൽ വെച്ചു പറഞ്ഞ കാര്യം അദ്ദേഹം മാറ്റി. ജബ്ബാർ മൗലവി പറഞ്ഞതിൽ പിന്നെ ശിർക്കില്ല, ശിർക്കാക്കാൻ പ്രയാസമാണ്, ലാബ് ടെക്നീഷ്യന്റെ പണിക്ക് പോണ്ട എന്നതൊക്കെ പറഞ്ഞപ്പോ നേരെ പോയത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ വാദത്തിക്കാണ്. ആ വാദത്തിക്ക് പോയതിന്റെ ഏറ്റവും അവസാനത്തെ അതാണ് സുഹൃത്തുക്കളെ, സമീഉ ദുആ, പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹുവാണ് എന്ന തത്വത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നത്. അവിടെ മുതൽ തൗഹീദ് പൊളിയാട്ടോ, നിങ്ങൾ കേട്ടോളി. അവിടെ മുതൽ ശിർക്ക് ആരോപിച്ചവന്റെ അടുത്തേക്ക് ആ ആരോപിക്കപ്പെട്ടവനിൽ ശിർക്കില്ലെങ്കിൽ ശിർക്ക് തിരിച്ചു വരുമെന്നത് ആകാശത്ത് നിന്ന് വന്ന വഹിയാണ്. പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ കൊണ്ടുവന്നു കൊടുത്ത സന്ദേശമാണ്. അത് പിഴക്കുകയില്ല. പക്ഷേ അത് വരമ്പത്ത് വെച്ച് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് വാപ്പാരെ പുറത്താക്കിയ മക്കളെ, ഭാര്യയെ വീട്ടിലാക്കിയ ഭർത്താക്കന്മാരെ, വാപ്പി മോനും തർക്കിക്കുന്നത് കേട്ടിട്ട് മാനസിക രോഗികളായ മാതാക്കളെ, നിങ്ങൾ വിഷമിക്കണ്ട. ഇത് അബ്ദുറഹ്മാൻ സലഫിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിൽ അദ്ദേഹം നടത്തിയ ഇടപെടലാണ്. അങ്ങനെ വന്നപ്പോ രണ്ടാമത് സംഭവിച്ചത് എന്താ അറിയങ്ങള്? അങ്ങനെ വന്നപ്പോ ശിർക്കിക്ക് എത്തി. എന്തുകൊണ്ടെത്തി? കുഞ്ഞീദ് മദിന് എഴുതിയത് എന്താ നിങ്ങൾ കുഞ്ഞീദ് മദിന്റെ വാക്ക് വായിക്കാത്ത? ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ പറയാൻ നമുക്ക് സമയമുണ്ട്. അത് കേൾക്കാനാ മുജാഹിദ് നിങ്ങൾ വരുന്നത്? പറയണം നിങ്ങൾ. ഗോപിന്റെ ക്ലിപ്പും അല്ലെ, ഗോപിന്റെ ക്ലിപ്പും അവിടെ അടിച്ചിറക്കണതൊക്കെ നിങ്ങൾ ഇടുന്നുണ്ട്. എന്താ അതിന് മറുപടി വരാത്തത്? ഞങ്ങൾ വേണമെങ്കിൽ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ 1 മണിക്കൂർ അധിക സമയം ഞങ്ങൾക്ക് വാങ്ങിത്തരാം. ഞങ്ങൾ എന്തായാലും ഫോൺ ചെയ്ത് നിങ്ങൾ പരിപാടി മുടക്കൂല. നിങ്ങൾ ഫോൺ ചെയ്ത് മുടക്കിയാൽ സമയം ചുരുക്കാൻ പോലീസ് പറഞ്ഞാലുള്ളൂ. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ വിളിക്കല്. ഇല്ലാന്നൊന്നും ഇവിടെ ആർക്കും പറയാൻ പറ്റൂലല്ലോ. ഇരിക്കട്ടെ, ഏതാണെങ്കിലും ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെ വന്നപ്പോ കുഞ്ഞീദ് മദിന് എഴുതിയത് എന്താ? അഭൗതികമായ പിന്നെ കഴിവ് അള്ളാഹ്ക്ക് മാത്രമുള്ള സൃഷ്ടികൾക്ക് ആരുമില്ല എന്ന് അദ്ദേഹം എഴുതിന്റെ ചുരുക്കം. PK മൂസ മൗലവി എഴുതിയത് എന്താ? അഭൗതികമായ നിലക്കുള്ള രക്ഷയും ശിക്ഷയും അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് വരുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. ജിന്ന് നമ്മളെ ഉപദ്രവിക്കും എന്ന് ജമിയത്തുൽ ഉലമ തന്നെ എഴുതി വെച്ചു. സലാസുല്ലമി ആദ്യമായിട്ട് നിഷേധിച്ചത് എന്തുകൊണ്ടാ? അതുകൊണ്ട് മൂപ്പരൊക്കെ നിഷേധിച്ചിട്ട് ഹദീസ് നിഷേധം പറയുന്നതിന്റെ കൂടെ ഇതും കൂടിയും പറയേണ്ടി വന്നു അല്ലെ? ഇവിടെ നമ്മൾ വിഷയം മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ജിന്നും മലക്കും അഭൗതികമാണ്. ആകാശത്തുനിന്ന് മഴ പെയ്യിപ്പിക്കൽ, ഒരു ചെടി മുളപ്പിക്കൽ, മനുഷ്യന് ഹിദായത്ത് കൊടുക്കൽ, റബ്ബിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ അഭൗതിക കാര്യം എന്ന് പറയുന്നത്. അത് ജിന്നിനും മലക്കിനും വകവെച്ചു കൊടുത്തു. ഈ വായിച്ചത് മാത്രമല്ല, വേറെയും വരാണ്ട്. ഫൈസൽ മൗലവി ഇത് വായിക്കും. അവിടെ അത് വകവെച്ചു കൊടുത്തതോടുകൂടെ ശിർക്കാണ് മെല്ലെ എത്തിയത്. അപ്പം എന്ത് ചെയ്തു? പ്രാർത്ഥന്റെ നിർവചനം പൊളിക്കേണ്ടി വന്നു. ക്ലിപ്പ് ചെയ്യാൻ ഇടുന്നില്ല. അദ്ദേഹം ഫൈസൽ മൗലവിക്ക് വേണ്ടി വഴിമാറാണ്. എന്താ? ബഹുമാനനായ അനസ് മൗലവിയുടെ ഒരു ക്ലിപ്പ് ഞാൻ പ്രദർശിപ്പിച്ചിരുന്നു കഴിഞ്ഞ പരിപാടിയിൽ. സൃഷ്ടിയുടെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യം ചോദിക്കലാണ് പ്രാർത്ഥന എന്ന സക്കരിയ സുലാഹിയുടെ വാചകെട്ടിട്ട് ഗണ്ണിക്ക. അപ്പൊ സൃഷ്ടിയുടെ കഴിവിന്റെ അപ്പുറത്തുള്ള ചോദിച്ചാലേ ആകുള്ളൂ. അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ വേറുള്ളവരോട് ചോദിച്ചാലേ ശിർക്കാകുള്ളൂ എന്ന് പറയാം. ഇപ്പോ പണ്ടോ അലി മദനിക്ക് ഇതേ അനസ് മൗലവി മറുപടി കൊടുത്തത് എന്താ സുഹൃത്തുക്കളെ? കൊടുത്ത മറുപടി വളരെ ക്ലിയർ ആണ്. മുൻഗാമികളുടെ പുസ്തകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്നത് 2002 പുതിയ നിർവചനമല്ല. ഇവിടെ അനസ് മൗലവി അത് നിഷേധിക്കുന്നതിലൂടെ പൊളിയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ പുസ്തകമായ അത്തൗഹീദ് എന്ന പി അബ്ദുൽ ഖാദർ മൗലവിയുടെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയ നിർവചനമാണ്. മനുഷ്യ കഴിവിൽപ്പെട്ടതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ അതിന്റെ വിശദവും വിശാലവുമായ അർത്ഥം കൊടുത്തു. സൃഷ്ടിയുടെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യം ചോദിക്കലാണ് പ്രാർത്ഥന. നെതുവത്തിന്റെ ജമിയത്തുൽ ഉലമയുടെയൊക്കെ സാരഥ്യം വഹിച്ച KM മൗലവി സൃഷ്ടിയോട് ചോദിക്കലാണ്, സൃഷ്ടിയുടെ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത് പൊളിച്ചെഴുതി. മാത്രല്ല, പരപ്പനങ്ങാടിയിൽ വെച്ച് ചേർന്ന ഇവിടുത്തെ സമസ്തക്കാരുമായുള്ള സംവാദത്തിൽ MCCയെ പോലുള്ള ആളുകൾ എഴുതിയത് പൊളിച്ചു. അത് പൊളിച്ചടുക്കിയിട്ട് മടമുറി ഭാഗം ഇവിടെ എന്തു പറയുന്നു? ആ തൗഹീദിലുള്ളത്. അപ്പോ എന്താ? രണ്ടുണ്ട്. മൊത്തം ശിർക്കാന്നാണ് പറഞ്ഞാ പോരെ, നമുക്ക് ഒന്നിച്ചാണ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഓരോന്നിങ്ങനെ പൊളിയും. ആദ്യം ശിർക്ക് വരും, പിന്നെ തൗഹീദിന്റെ നിർവചനം പൊളിയും. ഇനി മൂന്നാമത്തെ കേട്ടോളിയും. നെഞ്ചത്ത് കൈവച്ച് 17 തവണ എടുത്ത പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പടിയിറങ്ങിയവരുണ്ട്, വാപ്പാന്റെ തല്ല് കിട്ടിയവരുണ്ട്, വയറ്റത്ത് കത്ത് കയറിയവരുണ്ട്. ഏതാ പ്രതിജ്ഞ എന്നറിയോ?
പൂനൂരിൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളെ കുറിച്ച് പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്തിന്റെ പേരിലാണെന്നറിയോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന പ്രതിജ്ഞ. ആ പ്രതിജ്ഞയിൽ ഉറച്ചു നിന്നോണ്ട ആ പ്രതിജ്ഞയിലടക്കം വെള്ളം ചേർത്തു. ബഹുമാനനായ അക്ബർ സാഹിബ്, അങ്ങയോട് സ്നേഹമുണ്ട്, അങ്ങയോട് ബഹുമാനമുണ്ട്. ഈ മൈക്ക് പോയിന്റിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാനും താങ്കളും കുവൈത്തിൽ വെച്ച് അന്താരാഷ്ട്ര ഹോട്ടൽ മുറിയിൽ വെച്ച് നമ്മൾ രണ്ടുപേരും ഔഖാഫിന്റെ പ്രതിനിധികളായി ഇസ്കോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ 3 ദിവസം തുടർച്ചയായി താങ്കൾ തുടങ്ങി വെച്ച് താങ്കൾ അവസാനിപ്പിച്ച ചർച്ചയാണ്. എന്തുപറ്റി താങ്കൾക്ക് എന്ന് എനിക്കറിയില്ല. അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. എന്താ വിഷയം എന്നറിയോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഇസ്തിആനത്തിൽ നിന്ന് മനുഷ്യൻ ഒഴിവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ലഘുലേഖയിൽ എഴുതി, ഇയ്യാക നഅ്ബുദു നിന്നെ മാത്രം ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം സഹായതേട്ടം നടത്തുന്നു എന്നതിലെ സഹായതേട്ടം, ആ സഹായതേട്ടം വ ഇയ്യാക നസ്തഈൻ, ആ ഇസ്തിആനത്ത് വേണമെങ്കിൽ മനുഷ്യർ അതിൽ നിന്ന് ഒഴിവാണ്. മനുഷ്യരോടും അത് ചോദിക്കാം. ഏതാണ് ആ ഇസ്തിആനത്ത്? ഇബാദത്താകുന്ന ഇസ്തിആനത്താണത്. അതുകൊണ്ടാണ് ഇബാദത്തിന്റെ ശേഷം വാവ് ചേർത്ത് ഇസ്തിആനത്ത് കൊടുത്തത്. രണ്ടും തുല്യാർത്ഥമുള്ള ഇസ്തിആനത്താണ്. എത്ര കാലഘട്ടം നമ്മൾ അതിന് ചെലവഴിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല, സഹായതേട്ടമേ നടത്താറുള്ളൂ എന്ന് പറയുന്ന സമസ്തക്കാർക്ക് മറുപടി പറഞ്ഞു, ഇവിടുത്തെ ഇബാദത്തും ഇവിടുത്തെ ഇസ്തിആനത്തും ഒന്നാണ്. അതുകൊണ്ട് ഞാൻ റബ്ബിനെ മാത്രമേ വിളിക്കൂ, ഞാൻ വേറെ ആരും വിളിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കൂ നബിയെ എന്ന് പറഞ്ഞെടുത്ത് തൊടേണ്ടി വന്നു. തൗഹീദ് പൊളിയണതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോ നെഞ്ചത്ത് കൈവച്ചെടുക്കുന്ന പ്രതിജ്ഞ പിഴച്ചിട്ടാണ് പുളിക്കല്. കാരണവന്മാരെ, യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ പ്രതിജ്ഞ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ചേതോവികാരമല്ലാതെ ഈ പരിപാടിയുടെ സംഘാടകർക്ക് വേറെ വിഷമൊന്നുമില്ല. പുളിക്കല കുട്ടികളെ പറ്റി വലിയ കംപ്ലൈന്റ് പറഞ്ഞ സലഫി, പുളിക്കല കുട്ടികൾ, കേരളത്തിലെ തൗഹീദുള്ള മൻഹജുള്ള കുറെ കുട്ടികൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രതിസന്ധിയെ സൃഷ്ടിക്കുകയുള്ളൂ. അതിനു പറ്റിയ കുട്ടികളെ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കൂടുതൽ പണി ഏൽപ്പിച്ചിട്ടുണ്ട്. അവരവരുടെ പണിയുമായി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ പുളിക്കല കുട്ടികളെ പറ്റി പറഞ്ഞ പരാതി, വേറെ പല സ്ഥലത്തും പറഞ്ഞ പരാതി കൂടുതൽ പരാതിയായി വരും. അല്ലാഹു അല്ലാത്തവരുമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ പ്രത്യേക പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് ഭൗതിക അഭൗതികം എന്നുള്ളത് അത് പൊളിച്ചു. അതുകൊണ്ട് അപ്പൊ എന്ത് ചെയ്യേണ്ടി വന്നു? പ്രാർത്ഥനയുടെ നിർവചനം പൊളിയേണ്ടി വന്നു. പ്രാർത്ഥനയുടെ നിർവചനം പൊളിഞ്ഞപ്പോ സ്വാഭാവികമായും ഇസ്തിആനത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇയ്യാക നഅ്ബുദുവിൽ തൊടേണ്ടി വന്നു. ഇയ്യാക നഅ്ബുദുവിൽ തൊട്ടപ്പോ അതിന് തെളിവെടുക്കേണ്ടി വന്നു. വതആവനൂനൽ ബിർരി വത്തഖ്വ എടുത്തു. അപ്പൊ അത് ദുർവ്യാഖ്യാനിച്ചു. ഞാൻ അങ്ങോട്ട് പോണില്ല, ഫൈസൽ മൗലവി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ ഖുറാഫികളെ മുന്നിൽ എണീറ്റ് നിൽക്കാൻ പറ്റാതെയായി. മൂവാറ്റുപുഴയിലെ വിഷയം പലതവണ ഞങ്ങൾ ചോദിച്ചു. ഹനീഫ് കായക്കൊടി എഴുതി വെക്കൂ, മൂവാറ്റുപുഴയിലെ വിഷയം അടുത്ത തവണ വരുമ്പോ പ്രതികരിക്കൂ. നിങ്ങൾ എന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഓനൊന്നും എനിക്ക് മറുപടി അറിയാൻ മാത്രം ഉള്ള ആളല്ല. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. എന്നാലും മുജാഹിദികൾക്ക് വേണ്ടി നിങ്ങൾ മറുപടി പറയും. ഞങ്ങളെ പണ്ഡിതന്മാർ ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മറുപടി പറയും അല്ലേ? ഓനെ കണ്ട് അവോയ്ഡ് ചെയ്താൽ മതി. നല്ല സുഖ അങ്ങനെ പറഞ്ഞാല്. പക്ഷെ അവിടെ ചോദ്യങ്ങൾ കുറെ ബാക്കിയുണ്ട്. അതാണ് കിട്ടണം, അതിന്റെ ഉത്തരാണ് കിട്ടണം. നമ്മളെ വലിയ ആളായിട്ട് നിങ്ങൾ അംഗീകരിക്കണ്ട. ഇതേ ചോദ്യമൊക്കെ പണ്ഡിതന്മാർ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ എനിക്ക് മറുപടി പറയണ്ട. അതിന് മാത്രം വലുപ്പൽപ്പ് എനിക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇത് വളരെ ക്ലിയറാ. ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടണം. എന്താ? ജിന്നും മലക്കും അബൗദികാകുമ്പോ സിഹിർ വർക്ക് ചെയ്യണതാരാ? സിഹിറിൽ വർക്ക് ചെയ്യണതാരാ? ജിന്നാണ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും അത് ശിർക്കിൽ, ആ സംഗതി സിഹിറിൽ വിശ്വസിക്കുന്നത് ശിർക്കല്ലേ എന്ന് വെച്ചപ്പോ വിശ്വസിച്ചാൽ ശിർക്കാവൂല, പ്രാർത്ഥിച്ചാലേ ശിർക്കാവുള്ളൂ എന്നാണ്. മുഹീദ്ദീൻ ശൈഖിനെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞതിന് തുല്യമല്ലേ? അതുകൊണ്ട് ഉസാമത്ത് ബിൻ സൈദിനെ വിളിച്ച്, 17 വയസ്സായ ഉസാമയെ വിളിച്ച് മുത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഉസാമ നീ എന്തിനാണ് യുദ്ധക്കളത്തിൽ വെച്ച് ആ മനുഷ്യന്റെ കഴുത്തറുത്തത്? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് നീ അവന്റെ ആ കഴുത്തറുക്കും മുമ്പ് അദ്ദേഹത്തിന്റെ ഹൃദയം പിളർന്നു നോക്കിയിരുന്നോ എന്ന് ഉസാമ ചോദിച്ച ചോദ്യം, സർ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. ബഹുമാനനായ ഹനീഫ് കാ നിങ്ങളോട് ചോദിക്കുകയാണ്. കേരളത്തിലെ മുജാഹിദുകളുടെ ഹൃദയം ഇങ്ങനെ വലിച്ചു പൊളിച്ചു നോക്കി, അതിലേക്ക് എത്തി നോക്കി ഹുക്മ് പറയുന്ന നിങ്ങൾക്ക് തൗഹീദിൽ പിഴച്ചിരിക്കുന്നു. ഏറ്റവും അവസാനം നിങ്ങളിതാ
ഈ പിന്നെ സമീഉദ് ദുആ, പ്രാർത്ഥന കേൾക്കുന്നവൻ റബ്ബ് മാത്രമാണ് എന്ന തത്വത്തിൽ നിന്നും നിങ്ങൾ മാറിപ്പോയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതിന് നിങ്ങൾ വ്യാഖ്യാനങ്ങളുമായി വരും. നിങ്ങളുടെ വ്യാഖ്യാനം എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം. ആ വ്യാഖ്യാനത്തിന്റെ ഉത്തരം കഴിഞ്ഞ പരിപാടിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ പരിപാടി ഒന്നും കൂടി കേട്ടതിന്റെ ശേഷം വ്യാഖ്യാനായിട്ട് വന്നാൽ മതി എന്ന് മാത്രമാണ് ആ സംഗതിയെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ശിർക്ക് വരുന്നത് ഉറുമ്പരിക്കുന്നത് പോലെയാണ്. ഉറുമ്പരിക്കുന്നത് പോലെ ശിർക്ക് ഇയ്യാക നഅ്ബുദുവിലടക്കം കയറി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ നടത്തി റബ്ബിന്റെ അടുത്തേക്ക് പോയിട്ടില്ലെങ്കിൽ അല്ലാഹ് പറഞ്ഞത് വമൻ യുശ്രികു ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം നിഷിദ്ധമാണ്. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതമോ നരകവുമാണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് പൊളിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വന്നു. ഉമർ മൗലവിയെ സംബന്ധിച്ച് എഴുതേണ്ടി വന്നു. എന്താ എഴുതേണ്ടി വന്നത്? ഉമർ മൗലവി അദ്ദേഹം ആളെ നോക്കണ്ട, തെളിവ് നോക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഉമർ മൗലവിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നർത്ഥം അല്ലേ? ഞങ്ങളത് പറഞ്ഞപ്പോ നിങ്ങൾ ഇവിടൊക്കെ വന്നിട്ട് പിന്നെ ഒരു മുതലാളി ഉണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ട്രഷറർ പോസ്റ്റിൽ ഇരിക്കുന്ന മുതലാളി. അയാൾ ട്രഷറർ പോസ്റ്റിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണം, അല്ലേ പറയില്ല. ഒരാളെ അവിടെ കൊണ്ട് ഇരുത്തിയില്ലേ, ഇനിയിപ്പോ അയാൾ പറഞ്ഞാൽ സ്വാഭാവികമായും ചില കാര്യങ്ങൾ വിശദീകരിക്കണ്ടേ. ഉമർ മൗലവിനോട് മൂപ്പർക്കുണ്ട് സ്നേഹം തോന്നിയിട്ടേ, എന്നാലേ ഫൈസൽ മൗലവി കേൾപ്പിക്കും ഉമർ മൗലവിക്ക് തൗഹീദിൽ തെറ്റുപറ്റിയിരിക്കുന്നു എന്ന്. നിങ്ങളെ മുൻനിര നായകനായി എഴുതിയത് മുൻനിര നായകൻ. എന്താ കാരണം? ഉമർ മൗലവിക്ക് തെറ്റുപറ്റിയതല്ല, നിങ്ങൾക്ക് തൗഹീദ് നഷ്ടപ്പെട്ടു. നിങ്ങളെ തൗഹീദിൽ നിന്ന് നിങ്ങൾ സലഫി പ്രസ്ഥാനം പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് പോയി. അപ്പൊ ഉമർ മൗലവി ഉള്ളത് എവിടെ? മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച തൗഹീദിലാ. അപ്പൊ ഇവിടുന്ന് നോക്കിയപ്പോ നിങ്ങൾക്ക് തോന്നി തെറ്റ് പറ്റിയതാണ്. സംഗതി കേസ് വേറെയാണ്, സംഗതി കേസ് വേറെയാണ്. എന്നിട്ട് ഉമർ മൗലവിനോട് എന്താ സ്നേഹം എന്നറിയോ? ഇതേ നൂർശക്ക ഉമർ മൗലവി വിയർപ്പും ഉമർ മൗലവി കണ്ണീരും ഒഴുക്കിണ്ടാക്കിയ സൽസബീൽ മസ്ജിദിൽ അല്ലേ? ഒന്നെടുത്ത് വായിച്ചു നോക്കണം. ഇടക്കൊക്കെ തിരക്കിന്റെ ഇടയ്ക്ക്, കമ്പിക്കച്ചവടത്തിന്റെ തിരക്കിന്റെ ഇടയ്ക്ക് ഉമർ മൗലവിന്റെ ഓർമ്മകളുടെ തീരെടുത്ത് ഒരു വട്ടം വായിച്ചു നോക്കിയാൽ ചിലതൊക്കെ നിർത്താ. സീഡിട്ടവർക്കുള്ള ചില യാത്രയ്ക്ക് ഒഴിവാക്ക. മനുഷ്യന്മാരെ പറ്റിയുള്ള ചില ഫോൺ കോളൊക്കെ ഒഴിവാക്ക. ഉമർ മൗലവിയുടെ വിയർപ്പിന്റെ ഗന്ധവും കണ്ണീരിന്റെ നനവുമുള്ള സൽസബീൽ മസ്ജിദിലേക്ക് മകൻ മുബാരക് മദീനി ഉമർ മൗലവി അദ്ദേഹം ജീവിതകാലത്ത് എഴുതിയ ഖുർആൻ പരിഭാഷയുടെ കെട്ടുമായി ചെന്നപ്പോ ഇങ്ങോട്ട് കയറരുത് എന്ന് ആജ്ഞാസ്വരത്തിൽ പറയാൻ ആളെ ഏർപ്പാടാക്കിയത് ആരായിരുന്നു? അങ്ങനത്തെ ആളുകളാണോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് മുജാഹിദുകളുടെ ആദർശം നഷ്ടപ്പെട്ട പ്ലാറ്റ്ഫോമിൽ കയറി നിന്നിട്ട് ട്രഷറർ പോസ്റ്റിൽ നിന്നിട്ട് ഉമർ മൗലവിനെ സ്നേഹിക്കുന്നത് അല്ലേ? ഉമർ മൗലവിയുടെ മഹത്താരും പറഞ്ഞിരുന്ന സിയാങ്കണ്ടം പള്ളിയും ഇവിടുത്തെ ചില കാര്യങ്ങളുമൊക്കെ ഉമർ മൗലവിയുടെ വഖഫ. ഞങ്ങൾക്കതൊക്കെ അറിയാം. ഞങ്ങളൊരു പ്രദേശത്ത് കൂടെ പോകുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യോഗം കൂടുമ്പോഴൊക്കെ അതൊക്കെ ഓർത്തും പഠിച്ചും മനസ്സിലാക്കിയും തന്നെയാണ് പോയിട്ടുള്ളത്. അങ്ങനത്തെ അതുല്യമായ ഗൈഡൻസ് ഒരു സംഘടന എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ് എന്ന് മനസ്സിലാക്കണ ഞങ്ങൾ. അതൊക്കെ പറയലുണ്ട്, പഠിപ്പിക്കലുണ്ട്, മനസ്സിലാക്കലുണ്ട്. അതുകൊണ്ട് ആജാദൊന്നും ഇറക്കണ്ട. പിന്നെന്താ പറയുക, ഒപ്പ ചില ആളുകൾ ട്രസ്റ്റിനായി പൈസ കൊടുക്കുള്ളൂ, നെതുവത്തിന് പൈസ തരൂല. കേരള നെതുവത്തുൽ മുജാഹിദീനെ പേരുണ്ടായതുകൊണ്ട് കാര്യമല്ല, അതിന്റെ ഉള്ളിൽ തൗഹീദ് വേണം. സമീഉദ് ദുആ, പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹു അല്ലാത്തവരുണ്ട് എന്ന് പറയുന്ന കൂട്ടർക്ക് ഇയ്യാക നഅ്ബുദു ഇസ്തിആനത്ത് മനുഷ്യരോട് നടത്താം എന്ന് പറഞ്ഞാൽ മുഹീദ്ദീൻ ശൈഖിനോട് ചോദിച്ചാൽ ശിർക്കല്ല എന്നതിന്റെ അർത്ഥം. ഇനി മരിച്ചോല് പോട്ടെ, ജീവിച്ചിരിക്കണം എനിക്ക് കുട്ടിനെ കൊണ്ടാന്ന് പറഞ്ഞ ശിർക്കല്ല എന്നതിന്റെ അർത്ഥം. എവിടുക്ക ഞങ്ങൾ പോണത്? എവിടുക്ക? അമൃതാനന്ദം അതിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ച ശിർക്കല്ല എന്നതിന്റെ അർത്ഥം. ആ ആളുകൾക്ക് എങ്ങനെ ട്രസ്റ്റ് കിട്ടുക? എന്നിട്ട് വൈറ്റിലയിൽ പണ്ട് ട്രസ്റ്റ് ആക്കാൻ നോക്കിയപ്പോ ബാബു മൂപ്പൻ പറഞ്ഞു ഇപ്പൊ എങ്ങനെ ട്രസ്റ്റ് അല്ലേ? നിങ്ങൾ വ്യക്താക്കണം. നെതുവത്തിന്റെ പേരിലാണ് രജിസ്ട്രേഷൻ, നെതുവത്തിന്റെ പേരിലാണോ രജിസ്ട്രേഷൻ? എന്നിട്ട് പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി ഇപ്പോ ട്രസ്റ്റിനാ കൊടുക്കണത്. പി എന്നിന് എങ്ങനെ കൊടുക്കേണ്ടെന്ന് ശരിക്കറിയാം. പി എന്നിന് നിസ്കരിക്കാനുള്ള പള്ളിന്റെ വഖഫ് കഴിഞ്ഞ് പി എന്നിന്റെ അടുത്ത് എത്തിയപ്പോ അല്ലേ, പി എന്നിന്റെ അടുത്ത് എത്തിയപ്പോ ബന്ധപ്പെട്ട ആളുകളോട് കാക്ക നിങ്ങൾ നെതുവത്തിന്റെ ഓഫീസിൽ പോയിട്ട് അത് നെതുവത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ കടലാസിന് കൊണ്ടുവന്നേരി, ഞാൻ തരാം പള്ളി. അവിടെ ഇയാത്രാസിനോട് വാങ്ങിത്തരാന്ന് പറഞ്ഞ ആളാ. അതുകൊണ്ട് ഉസൈൻ മടവൂരിന്റെ കിണറ്, ഉസൈൻ മടവൂരിന്റെ കാറ്, ഉസൈൻ മടവൂരിന്റെ ബസ് എന്ന് പറഞ്ഞ പോലെ പി എന്നിന്റെ കിണറ്, പി എന്നിന്റെ കാറ് ഇവിടെ ഇല്ലല്ലോ. എന്തല്ലാത്തത് സംഘടനാ ചാനൽ തന്നെ കൊണ്ടുവന്ന്. സംഘടനാ ചാനലിൽ ഇത് കൊടുക്കേണ്ട നേരത്ത് കൊടുത്തിട്ടുണ്ട്, ചെയ്യേണ്ട നേരത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ പി എന്നിന്റെ 2 ക്ലിപ്പ് ആകപ്പോ കഴിഞ്ഞ പരിപാടിയിലുള്ളൊരു പുതുമ എന്താ?
PN 2 ക്ലിപ്പ് ഇട്ടു. അതിലൊരു ക്ലിപ്പ് എന്താ, പിഞ്ഞാണ് എഴുതണ്ടാന്ന് PN പറഞ്ഞു. എന്താ പരിപാടി? പിഞ്ഞാണ് എഴുതണ്ടാന്ന് PN അല്ലേ പറഞ്ഞേ? പുളിക്കൽ വെച്ച് നടന്ന കാര്യങ്ങളുടെ മൈലേജിൽ ഓടാൻ ശ്രമിക്കുന്ന നിങ്ങളെ കൊണ്ട് പിഞ്ഞാണ് എഴുതിച്ച ആളാണ് PN. PN പൈലില്ല എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടോ? PN അബ്ദുൽ ലത്തീഫ് മദനി ഇപ്പോൾ പിഞ്ഞാണ് എഴുതണം എന്ന് പറയുന്ന ആളാന്നുള്ളതിന് വല്ല തെളിവുകൾ എടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു. അടുത്ത പ്രോഗ്രാമിലിട്ട് കേൾപ്പിക്കുങ്ങൾ. നമ്മൾ കുറെ കത്തും കടലാസൊക്കെ കൊടുത്തേച്ചല്ലോ, ക്ലിപ്പാണ് കൊടുത്തേക്കും കുട്ടികളുടെ അടുത്തേക്ക്. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറച്ച് കുട്ടികളില്ല ഇവിടെ, ഓലെടുത്ത് കൊടുത്താൽ മതി. ഓലൊക്കെ റെഡിയാക്കി കൈ തരും, ഒരു പ്രശ്നമല്ല. ഓലെന്താന്ന് വെച്ചാൽ ജോലിന്റെ ഇടയിൽ ഇതിന് സമയമുണ്ട് അവർക്ക്, ഓലത് ചെയ്തോളും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം പറയാം. പിന്നെന്താന്ന് വെച്ചാൽ മുഅ്ജിസത്താണ് എന്ന് PN പറഞ്ഞിരുന്നു. ആ ചർച്ചന്റെ ബാക്കിയും കൂടി നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ? ആ ചർച്ചന്റെ ബാക്കി എന്താ അറിയോ? ഉഖ്റുജ അദുവല്ലാഹ് എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത് റസൂലുള്ളാഹിക്ക് മാത്രം ഉള്ളതാ. അപ്പൊ അബൂബക്കർ സൽഫി ചോദിച്ചു, ഒരു മിമ്പറിൽ നിന്നിട്ട് റസൂലുള്ള അങ്ങനെ പ്രാർത്ഥിച്ചു മഴയ്ക്കു വേണ്ടി, ഒരാൾ വന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ മഴ പെയ്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഇനി അങ്ങനെ മഴയ്ക്ക് തേടാൻ അവകാശം റസൂലുള്ളാഹിക്ക് മാത്രമെന്ന് പറയാൻ പറ്റുമോ? അപ്പോഴാണ് നേരത്തെ കണ്ട ജാതി. അപ്പൊ ഇവർക്ക് ഷുഗറൊക്കെ ഉണ്ടാവും. ഇവർ എണീറ്റിട്ട് കണ്ടോ, ഇതന്നെ പ്രശ്നം, ഇതന്നെ ഇജ്തിഹാദ്, എനിക്കിവിടെ ഇരിക്കാൻ പറ്റൂല. ഇടക്കിടക്ക് ആ 10-15 കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് എനിക്ക് ഇരിക്കാൻ പറ്റാത്തത് എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ ജാതി ഒന്നും ഇറക്കണ്ട. എന്നിട്ടോ ഈ യോഗം നിങ്ങൾ കേൾക്കേണ്ടത് ഹനീഫ് കായക്കൊടി മറ്റൊരു ജിഷാനാണ് എന്ന് പറയുന്നതിൽ ഒരു വിഷമം എനിക്കില്ല. എന്താ അറിയോ? ഈ പ്രോഗ്രാം ആരാ റെക്കോർഡ് ചെയ്തത്? ഹിദായ മൾട്ടിമീഡിയ, ഗൾഫ് മൾട്ടിമീഡിയ. ആരാ അത്? കുറ്റ്യാടി മൾട്ടിമീഡിയ. അങ്ങനെയുണ്ട്. മൂപ്പര് എല്ലാ പരിപാടി റെക്കോർഡ് ചെയ്യും. അതിന്റെ തുടക്കം എന്താ അറിയോ? തുടക്കത്തിലൊരു ചർച്ച, ഇത് റെക്കോർഡ് ചെയ്യണമോ വേണ്ടയോ? എല്ലാരും റെക്കോർഡ് ചെയ്യണ്ടല്ലോ, ഇത് നമ്മളൊരു സ്വകാര്യ ചർച്ചയല്ലേ. എന്നിട്ട് ആ സ്വകാര്യ ചർച്ച പോക്കറ്റിലിട്ട് റെക്കോർഡ് ചെയ്ത് അത് മുറിക്കുമ്പോ ആയത്ത് ഓർമ്മണ്ടാണം. മരിച്ചു ചെല്ലണം, അത്ര പോന്നൊരു ചാലക്ക് കൊണ്ടുപോയി കടത്തും, എന്നിട്ട് മേലെ കല്ലിടും, അതിന്റെ മേലെ മണ്ണിടും. അത് എനിക്കൊക്കെ വരാണ്ട് ഓർമ്മ വേണം. എന്നിട്ട് ഇനിയും കേൾപ്പിക്കുങ്ങള്. എന്താ നിങ്ങൾക്ക് പേടി? 1.5 മണിക്കൂർ PhD വിശദീകരിക്കണല്ല അന്നാണ്. പേട്ടൊടുക്കും ജനങ്ങൾക്ക് ഇട്ടൊടുക്കുക. ആ ചർച്ചയിലേക്ക് ജനങ്ങൾ കേൾക്കേണ്ടതുണ്ടെങ്കിൽ ചർച്ചയാണത്. അതിന്റെ തീരുമാനം എന്താ? തീരുമാനത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ തീരുമാനത്തിൽ ഒന്നിൽ പോലും വീഴ്ച വരുത്താതെ യഥാർത്ഥത്തിൽ മുജാഹിദുകൾ ഇപ്പോഴും അതിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും അവസാനം ഇവിടെ റുഖിയ ശർഇയ്യയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എന്താ ലാസ്റ്റ്? അത് നബിനെ ആദ്യം സാധാരണക്കാരനാക്കി, പിന്നെ വെറും സാധാരണക്കാരനാക്കി, പിന്നെ അങ്ങനെയാണ് ഖുറാഫികളാക്കണ പോലെയാണ് ഇവർ റുഖിയനെ പറ്റി നമ്മളെ പറ്റി പറയണത്. ഞങ്ങളെ നിലപാട് എന്താണെന്ന് പറയും. ഞാൻ ചോദിച്ചിരുന്നു സലാം വാങ്ങാൻ പോയതിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താണ്? അബ്ദുറഹ്മാൻ സൽഫി മുസല്ല വിരിച്ച് കമഴ്ന്ന് കടന്നെടുത്ത് ആ ഷെയ്ഖ് തുപ്പിക്കൊടുത്ത് റുഖിയ ശർഇയ്യ നടത്തിയതിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ? നിങ്ങൾ പറയാത്ത? പാലത്ത് അബ്ദുറഹ്മാൻ മദനി പോയതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി റുഖിയ നടത്തിയതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? എന്താ നിങ്ങൾ മിണ്ടാത്ത? എന്താ അത്? കേവലം പ്രാർത്ഥനയാണെങ്കിൽ എന്തിനാ കടന്നെടുത്ത്? എന്തിനാ തുപ്പിയത്? എന്തിനാ പറയണം ജനങ്ങളോട്? ഇതൊന്നും പറയാതെ കുറച്ച് ക്ലിപ്പിട്ട് മായാജാലം കാണിച്ച് നേരത്തെ ചോദ്യോത്തരം തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചെന്ന ചോദ്യോത്തരമൊക്കെ കാര്യമായിട്ട് ഉണ്ടാവുന്ന. അപ്പോ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു അതിന് 1.5 മണിക്കൂർ മറുപടി അല്ലെ? രണ്ടാമത്തെ ആകെ എത്ര ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പരിശോധിക്കും. എന്താ നിങ്ങൾക്ക് മൈക്ക് കൊടുക്കാൻ പേടി? നിങ്ങൾ എന്നിട്ടൊരു ക്ലിപ്പുണ്ടല്ലോ, അള്ളാഹു അല്ലാത്തൊരു പ്രാർത്ഥന കേൾക്കുന്നു തെളിയിക്കാൻ വേണ്ടി. അതിൽ കരീം മൗലവിന്റെ അടുത്ത് എത്ര സമയം മൈക്കാ? എത്ര സമയം പറ്റുമോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു മുഖാമുഖം നടത്താന്? മൈക്ക് ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. എന്നാ ഒരു സംവാദം അബ്ദുറഹ്മാൻ സൽഫിനെ മുന്നിൽ നിർത്തി കൊടുക്കും. മൂപ്പര് മുഖാമുഖം. മൂപ്പരിങ്ങനെ പലപ്പോഴും പറയലുണ്ട്, അണ്ടോണനോട് ഞാൻ നടത്തി, മറ്റോടത്ത് നടത്തി. നിങ്ങൾ അങ്ങനെ നടത്തി എന്നുള്ളിൽ സർ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. നിങ്ങൾ മുജാഹിദായിരുന്ന കാലത്ത് നിങ്ങൾക്ക് അങ്ങനെ നടക്കാൻ പറ്റിയിരുന്നു. അന്ന് നിങ്ങളടുത്ത് തൗഹീദ് ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങള് 2013 2012 പുതിയ തൗഹീദ് കൊണ്ടെന്ന് തന്നെ പ്രശ്നം. പിന്നെ സാലിസിനെ കണ്ണുരുട്ടി കാണിച്ച് പേടിപ്പിച്ചുകൊണ്ട് ഇരുത്തിയതാണ്. തടിവണ്ണൊക്കെ കണ്ടപ്പോ നമ്മൾ കുറച്ച് അന്തണ്ടെന്ന് വിചാരിച്ചില്ലേ? എന്താ സംഭവം നിങ്ങള്? ഇവിടെ ഹൈദരാലി സാഹിബ് ഉണ്ട്, നിച്ച് ഓഫ് ട്രൂത്ത് നടത്താൻ തീരുമാനിച്ച സംവാദ. ജബറൂത്തും വേറെ ദഫാസുള്ള പറഞ്ഞൊരു കുട്ടിയും ആണ് വിളിച്ച് ഇത് അറേഞ്ച് ചെയ്യണത്. അവസാനം നിച്ച് ഓഫ് ട്രൂത്തിൽ ഇത് നടത്തണ്ട, അത് പ്രശ്നമാവും പറഞ്ഞപ്പോ പലയിടത്തേക്കും വിളിച്ച് വിളി അങ്ങോട്ടും ചെന്നു, പന്നിപ്പാറക്കും ചെന്നു. പന്നിപ്പാറയിലെ ആ വീട് എനിക്ക് ചെറിയ പ്രായം മുതൽ അറിയണ വീടാണ്. അബ്ദുറഹ്മാൻ സൽഫിക്ക് എന്നെക്കാളും അറിയണ വീടാണ്. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞ ഇപ്പൊ പറഞ്ഞൊക്കെ ശരിക്കും മനസ്സിലുണ്ടാവും.
അപ്പൊ ഞാൻ പറയണൊക്കെ എന്നിട്ട് അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് കണ്ണ കുരുട്ടി പേടിപ്പിച്ചു. എത്ര വയസ്സ്? 3 3.5. പള്ള നിറച്ചനെ കിട്ടിയപ്പോഴേ മാന്യമായ ഭാഷയിൽ എങ്ങനെ സംവാദം നടത്തുമെന്ന് കേരളത്തിന് പഠിപ്പിച്ചു കൊടുത്ത്, ഒച്ചമ്പൊടിയൊന്നും ഇല്ലാതെ നല്ലൽക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും സംവാദമാകുമെന്ന് മനസ്സിലാക്കി കൊടുത്തപ്പോ അതിന്റെ ക്ഷീണം തീർക്കാൻ. എന്നിട്ട് ഫൈസലിന്റെ നിലയും വില അറിയണമെങ്കിൽ ഓന്റെ മുന്നിൽ ചെന്നാ മതി, ആ ചെന്നതൊന്ന് കണ്ടാ മതി. ശരി, സെലഫിക്ക് ഈ വിഷയത്തിൽ പന്നിപ്പാറ സംവാദത്തിൽ സാലിസ് ഭയങ്കര പ്രകടനം കാഴ്ചവെച്ചെന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു 100 കോപ്പികൾ എടുത്ത് വിതരണം ചെയ്യും. ഞങ്ങൾ കഴിഞ്ഞ പരിപാടി പറഞ്ഞിരുന്നു, മംഗലാപുരം സംവാദം ഒരു 25 കോപ്പി കൊടുക്കാൻ പറ്റുമോ? പ്രതികരണമൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? ഇനി പുളിക്കൽ കുട്ടികളത് ചോദ്യം എഴുതി ഒട്ടിക്കണോ? എന്നാ ഒട്ടിച്ചാളി. നാളെ ഈ 2 ചോദ്യം എഴുതി ഒട്ടിച്ചാളി. അത്രേ ഉള്ളൂ. ചോദ്യം എഴുതി ഒട്ടിച്ചാലേ പ്രതികരിക്കുള്ളൂ. എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളും. നിങ്ങളെ കൊണ്ട് പ്രതികരിപ്പിക്കും ചെയ്യും, നിങ്ങളവിടെ വരുത്തിക്കും ചെയ്യും, നിങ്ങളെ കൊണ്ട് പറയിക്കും ചെയ്യും. ഇനി അതിപ്പോ എന്താ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ അജണ്ട കൊണ്ടുവരണ്ട. മറുപടി പറയാത്തത് എന്താന്ന് ലിസ്റ്റ് ചെയ്ത് എഴുതി തന്നാ മതി. ഇങ്ങോട്ട് ഇപ്പഴ തന്നാ മതി. മറുപടി ഞങ്ങൾ പറഞ്ഞോളാം. എന്താണ് മറുപടി വരാത്തെന്ന് ലിസ്റ്റ് ചെയ്ത് തന്നാ ഒക്കെ മറുപടി നമ്മൾ പറഞ്ഞോളും. അറിയാത്തതാണെങ്കിൽ അറിയില്ല എന്നും പറഞ്ഞോളും. അടുത്ത പരിപാടിയിൽ പ്രസംഗിക്കാൻ പറഞ്ഞോളും. അതുകൊണ്ട് മറുപടി ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, നമുക്ക് അടുത്ത പരിപാടി വെക്കണ്ട എന്ന് തീരുമാനിക്കണ്ട. CD ടവറിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, എനിക്കറിയാം. അവിടുന്ന് കിട്ടും പൈസ. സംഗതി ഇത് അബ്ദുറഹ്മാൻ സൽഫ് ഉണ്ടാക്കിയ തൗഹീദ് ആയതുകൊണ്ട് പൈസ അവിടുന്ന് കിട്ടും. അതുകൊണ്ട് അവിടുന്ന് കാര്യങ്ങൾ വാങ്ങണം എന്നാണ്. പിന്നെ ഉഖ്റുജ അതുവല്ല എന്ന് പറയാന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്നു. പറയാൻ പറ്റൂല എന്ന് വേറൊരു കാലത്ത് അഭിപ്രായം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോഴോ അതിനെപ്പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം, നിലപാട്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ വിഷയം ക്ലിയറാണ്. വിഷയം വളരെ ക്ലിയറാണ്. ഈ ഒരു നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണ്. സ്വകാര്യമായി ഫോണുകളിലെ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് അദ്ദേഹം ഇവിടെ പ്രദർശിപ്പിച്ച സ്ഥിതിക്ക് ചിലത് ഞങ്ങൾക്കും ഇടാനുണ്ട് അല്ലേ? ചിലത് ഞങ്ങൾക്കും ഇവിടെ കേൾപ്പിക്കാനുണ്ട്. അഹമ്മദ് സാഹിബിന്റെ ക്ലിപ്പ് ഇവിടെ ഉണ്ടോ? അഹമ്മദ് സാഹിബിന്റെ ക്ലിപ്പ് ഇല്ല, എടുത്തിട്ടില്ല. ആയിക്കോട്ടെ, ചിലത് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് പ്രദർശിപ്പിക്കും. അബ്ദുറഹ്മാൻ സലഫിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ സലഫി ചോദിക്കണത് എന്താ അറിയോ? ഇങ്ങോട്ടൊന്നാണ് പോകാൻ പറഞ്ഞാൽ മതി. ആര്? TP അല്ലെങ്കിൽ AP. ഞാൻ പോയിക്കോളാന്നാ. ഞാൻ ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കണില്ല ഉണ്ടോ? പിന്നെ വേണ്ട. പിന്നെ ഞാൻ AP TP പറഞ്ഞാൽ മതി എന്നാ. AP വിഷയം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഫോണിൽ വിളിച്ചപ്പോ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒഴിഞ്ഞോളാം. TP അല്ലെങ്കിൽ AP പറഞ്ഞാൽ മതി. AP പറഞ്ഞിട്ടുണ്ട്. AP പറഞ്ഞിട്ടില്ല എന്ന് സെൽഫി പറഞ്ഞാ ആ ക്ലിപ്പ് കൂടെ ഇടും. ആവശ്യമുള്ളത് ഇങ്ങനെ ആവശ്യമുള്ള സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ പരിപാടി. ഇത് ബ്രോസ്റ്റർ 1.5 വയസ്സായ കുട്ടിക്ക് കൊടുത്തിട്ടല്ലോ. ചെറിയ നല്ല ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ റെഡിയാക്കലാണ്. ക്രമേണ ശരിയായി വരുമ്പോൾ നമുക്ക് നോക്കാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്രയും നേരം സംസാരിച്ചത് ഒരുപക്ഷെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ചില രീതികളിലേക്ക് പോയതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. ചില ആളുകൾ അവരുടെ വലിപ്പവും നീളവും ശൈലിയൊക്കെ കണ്ട് ആരെങ്കിലും ഈ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചു നിൽക്കുന്നുവെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹുവല്ല എന്ന് പറഞ്ഞതോടുകൂടെ ഇനി നാളെന്തൊക്കെ പറയാൻ പോണത് കേൾക്കും അല്ലെ? ഉത്തരം ചെയ്യുന്നും കൂടി പറഞ്ഞാലോ അറിയില്ല. അടുത്ത തലമുറകൾ മാറി വരുമ്പോ അങ്ങനെ സംഭവിച്ചാലോ? അതുകൊണ്ട് കരുതിയിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പരിശുദ്ധ സ്വർഗം പ്രദാനം ചെയ്യട്ടെ. ഒരു വരി ഞാൻ വിട്ടുവെന്ന് തോന്നണേ. എന്താ ISM-ന്റെ പേരിൽ നടത്തിയ ഇതിനെപ്പറ്റി, PHLS-നെ പറ്റി 10,000 പങ്കെടുത്തതെന്നാ. എറണാകുളത്ത് എന്താ 10,000-ന് വേറെ ഒരു സ്പെഷ്യൽ നമ്പർ ഉണ്ടോ? ലോകത്ത് വ്യത്യസ്തമായ നമ്പർ സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇതെന്താ, അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ നമ്പർ ഉണ്ടോ? 10,000 പങ്കെടുത്തു. അതുകൊണ്ട് ആൾക്കാരൊക്കെ നമ്മളെപ്പാണ്. ഇവിടെ വളരെ കുറച്ചാളെ പങ്കെടുത്തിട്ടുള്ളൂ. പ്രോഫ്കോൺ എന്നൊക്കെ പറഞ്ഞ ചരിത്ര പ്രോഫ്കോൺ ആയിരുന്നു. വളരെ ശരിയാ. നൂർഷാക്ക് ആകെ പറഞ്ഞ സത്യത. MSM-ന്റെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു പ്രോഫ്കോൺ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ആളില്ലാതെ അറബി കോളേജിലെ മോക്കനിട്ട കുട്ടികളെയും അതേപോലെ തന്നെ അവിടുത്തെ പ്രിലിമിനറി പഠിക്കുന്ന കുട്ടികളെ ഇരുത്തിയിട്ട് ഒരു പ്രോഫ്കോൺ നടത്തേണ്ടി വന്നിട്ടില്ല. അതൊരു ചരിത്രം തന്നെയാണ്. അതിന്റെ റെക്കോർഡ് ഇങ്ങക്ക് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. 5 മണിക്ക് തുടങ്ങേണ്ട പ്രോഫ്കോണ് 7 മണിയായിട്ടും തുടങ്ങാത്തത് കണ്ടപ്പോ ഒരു കുട്ടി വിളിച്ച്, പ്രോഫ്കോണ് തുടങ്ങിയിട്ടില്ലല്ലോ. ഉണ്ടല്ലോ മോനെ, പ്രോഫ്കോണ് സമയത്തിന് തുടങ്ങിയല്ലോ. അപ്പൊ ഇവിടെ അല്ലേ പ്രോഫ്കോണ് അല്ലെ? ഈ നിലയ്ക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നവരുണ്ട്. ഞാൻ പറയണില്ല. കറുത്ത കാറില് വന്ന കൂട്ടത്തിൽ നൂർഷാക്ക് ഉണ്ടായിരുന്നല്ലോ. 1.5 ആഴ്ചത്തെ അധ്വാനം എന്തായി നൂർഷക്ക? മുജാഹിദ് ആൺകുട്ടികള് മലപ്പുറത്ത് MSP ഗ്രൗണ്ടിൽ നടത്തിയ പ്രോഫ്കോൺ, 1000 പങ്കെടുപ്പിച്ച് പ്രൗഢമായി നടത്തിയ പ്രോഫ്കോൺ, അത് പൊളിക്കാൻ വേണ്ടി നിങ്ങളടുത്തുള്ള എല്ലാ സോഴ്സ് ഉപയോഗിച്ച് അഹമ്മദ് അലി മദീനി അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹം അടങ്ങുന്ന ആളുകൾ എത്തിയല്ലോ. എന്നിട്ട് എന്തുണ്ടായി? വാട്ട് ഹാപ്പൻഡ്? എന്ത് സംഭവിച്ചു സാർ? നടന്നു അല്ലേ? നിങ്ങൾ പറയണം. ചരിത്രം തന്നെ നിങ്ങളത്. നിങ്ങളെ ചരിത്രം ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി കാണുന്നു. ഒരു ചരിത്രം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്താ അറിയോ? MSM-ന്റെ ചരിത്രത്തിൽ ഇലക്ഷൻ നടത്താതെ കമ്മിറ്റി പ്രഖ്യാപിക്കുന്ന മഹാ അത്ഭുതം. താഴെ തട്ട് മുതൽ മേലെ തട്ട് വരെ
എലക്ഷൻ നടത്തി, മഴക്കാലത്ത് എലക്ഷൻ നടത്തി, ഉന്നതമായൊരു സമിതിയെ ചില ആളുകൾക്കൊക്കെ അധികാരത്തിൽ തൂങ്ങിപ്പിടിച്ചിരിക്കാനെന്ന പേഴ്സണൽ മെസ്സേജ് വന്നത് കണ്ടല്ലോ. ഏറ്റവും കരുത്തുറ്റ 3ഉം 4ഉം ടേം ശാഖയിലും മേഖലയിലും ജില്ലയിലും വർക്ക് ചെയ്ത ഒരു പുതിയ ടീമിനെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുതിർന്ന പ്രവർത്തകർ വിദ്യാർത്ഥി നേതൃത്വമായി ഏൽപ്പിച്ച സന്ദർഭത്തിലാണുള്ളത്. ഇവിടെ അവസാനിക്കുന്നു എന്റെ സംഭാഷണം. ഈ ഓഡിറ്റോറിയം നിറഞ്ഞിരിക്കുന്നു, ഇതിന്റെ പുറത്തും ഇത് കവിഞ്ഞൊഴുകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മെസ്സേജ് നിങ്ങൾ ഏറ്റെടുക്കുക. എന്താ? ഇയ്യാക നഅ്ബുദുവിലടക്കം പിഴവ് പറ്റി. ആ പിഴവ് പറ്റി ഇസ്തിആനത്ത്, ഇയ്യാക നഅ്ബുദുൽ ഇസ്തിആനത്ത് അല്ലാഹു അല്ലാത്തവരോട് നടത്താന്ന് പറഞ്ഞതിന്റെ ശേഷം ഈ സമീഉ ദുആ, പ്രാർത്ഥന കേൾക്കണം അല്ലാഹ് അല്ല എന്നും പറഞ്ഞു. ഇനി എന്താ അടുത്ത് സംഭവിക്കുക? പറയൂ ജനങ്ങളെ. തൗഹീദ് ആയത്തും ഹദീസും കേട്ട് പഠിക്കാത്ത പാവങ്ങൾ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ ഉത്തരവാദി ആരായിരിക്കും? ലാബ് ടെക്നീഷ്യന്റെ പണിയെടുത്ത താങ്കളായിരിക്കും സർ. അതുകൊണ്ട് താങ്കളെ തന്നെയാണ് സംവാദത്തിന് കിട്ടേണ്ടത്, താങ്കളെ തന്നെയാണ്. എനിക്കതിന് കഴിയില്ല, ഞാനതിന് പോന്നവനല്ല എന്ന് പറയും വരെ ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങളോടുള്ള സംവാദം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ളവരോടുള്ള സംവാദം ഉണ്ടായിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.